നമസ്കാരം. ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. UGC നെറ്റ് പേപ്പർ 2 മാനേജ്മെന്റ് കോഴ്സിലെ യൂണിറ്റ് 1 മാനേജ്മെന്റ് ആൻഡ് എക്കണോമിക്സ്. ഇതിൽ ഫസ്റ്റ് ചാപ്റ്റർ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ആണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റിൽ 5 ഫങ്ഷൻസ് ആണുള്ളത്. പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ്, ഡയറക്ടിംഗ് ആൻഡ് കൺട്രോളിംഗ്. ഫസ്റ്റ് പാർട്ടിൽ ആദ്യത്തെ 3 ഫങ്ഷൻസ് ആയ പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, സ്റ്റാഫിംഗ് എന്താണെന്ന് നോക്കി. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് 2 ഫങ്ഷൻസ് ആയിട്ടുള്ള ഡയറക്ടിംഗ് ആൻഡ് കൺട്രോളിംഗ് ആണ്. അവ എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാനേജ്മെന്റിന്റെ അടുത്ത 2 ഫങ്ഷൻസ് ആയ ഡയറക്ടിംഗും കൺട്രോളിംഗുമാണ്. ഡയറക്ടിംഗ് ഫംഗ്ഷനെ പ്രധാനമായിട്ടും 4 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എലമെന്റ്സ് ഓഫ് ഡയറക്ടിംഗ് എന്ന് പറയുന്നത് 4 എലമെന്റ്സ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സൂപ്പർവിഷൻ, സെക്കൻഡ് മോട്ടിവേഷൻ, നെക്സ്റ്റ് ലീഡിംഗ് ആൻഡ് ലാസ്റ്റ് വൺ ഈസ് കമ്മ്യൂണിക്കേറ്റിംഗ്. Directing എന്ന് പറയുന്നത് ഇറ്റ്സ് കൺസേൺ വിത്ത് ദി ഇൻസ്ട്രക്ടിംഗ്, ഗൈഡിംഗ്, ഇൻസ്പയറിംഗ് ആൻഡ് സൂപ്പർവൈസിംഗ് ദി പീപ്പിൾ ഇൻ ആൻ ഓർഗനൈസേഷൻ ടു അച്ചീവ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്. ഒരു ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഓർഗനൈസേഷനിലെ പീപ്പിൾ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസിനെ ഇൻസ്ട്രക്ട് ചെയ്യുകയും ഗൈഡ് ചെയ്യുകയും ഇൻസ്പയർ ചെയ്യുകയും സൂപ്പർവൈസ് ചെയ്യുകയും അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡയറക്ടിംഗ് എന്ന് പറയുന്നത്. Directing എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കോംപ്ലക്സ് ഫംഗ്ഷൻ ദാറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദോസ് ആക്ടിവിറ്റി വിച്ച് ആർ ഡിസൈൻഡ് ടു എൻകറേജ് എ സബോർഡിനേറ്റ് ടു വർക്ക് എഫിഷ്യൻ്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി. ഒരു ഓർഗനൈസേഷനിലെ സബോർഡിനേറ്റ്സിനെ എൻകറേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും ഡയറക്ടിംഗ് എന്ന് പറയാം. ഒരു ഓർഗനൈസേഷനിലെ മാനേജർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗിവ് ഡയറക്ഷൻ ടു ഹിസ് ഓർ ഹെർ സബോർഡിനേറ്റ്. സബോർഡിനേറ്റ് ഡയറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. According to Theo Heimann, directing consists of process and technique utilized in issuing instructions. Instructions കൊടുക്കുന്നതിനുള്ള ഒരു ടെക്നിക്കാണ് അല്ലെങ്കിൽ പ്രോസസ്സിനെയാണ് ഡയറക്ടിംഗ് എന്നാണ് തിയോ ഹൈമാൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് മേക്കിംഗ് സർട്ടൈൻ ദാറ്റ് ഓപ്പറേഷൻസ് ആർ ക്യാരിഡ് ഓൺ എ ഒറിജിനലി പ്ലാൻഡ്. അതായത് പ്ലാൻ പോലെ കാര്യങ്ങൾ സബോർഡിനേറ്റ്സ് ചെയ്യുന്നുണ്ടോ എന്നും നോക്കുന്ന പ്രോസസ്സാണ് എന്ന് പറയുന്നത് ഡയറക്ടിംഗ് എന്ന് പറയുന്നത്. ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, ആ ഇൻസ്ട്രക്ഷൻസ് സബോർഡിനേറ്റ് ഒബേ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്ന ഫംഗ്ഷനെയാണ് ഡയറക്ടിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നേച്ചർ ഓഫ് ഡയറക്ഷൻ. ഡയറക്ടിംഗ് എന്ന് പറയുന്നത് ഒരു പെർവേസീവ് ആക്ടിവിറ്റി ആണ്. പെർവേസീവ് ആക്ടിവിറ്റി എന്ന് പറയാൻ കാരണം എല്ലാ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനും അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ എല്ലാ ലെവൽസിലും എന്ത് ചെയ്യുന്നുണ്ട്, ഡയറക്ടിംഗ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡയറക്ടിംഗ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. കണ്ടിന്യൂസ് പ്രോസസ് എന്ന് പറയാൻ കാരണം റെഗുലർ ബേസിസിൽ ഒരു മാനേജർ എന്ത് ചെയ്യണം, അദ്ദേഹത്തിന്റെ സബോർഡിനേറ്റിനെ എന്ത് ചെയ്യണം, മോട്ടിവേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ലീഡ് ചെയ്യണം, ഗൈഡ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡയറക്ടിംഗ് ബിഗിൻസ് അറ്റ് ദി ടോപ്പ് ലെവൽ. ഒരു ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഫംഗ്ഷൻ ആണ് എന്ന് പറയുന്നത് ഡയറക്ടിംഗ് എന്ന് പറയുന്നത്. ഇവിടെ എന്ത് ചെയ്യുന്നു, അതോറിറ്റി അല്ലെങ്കിൽ ഓർഡേഴ്സ് ഒക്കെ എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്, ടോപ്പ് ടു ബോട്ടം ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇറ്റ്സ് ബിഗിൻസ് അറ്റ് ദി ടോപ്പ് ലെവൽ ആണ്. എല്ലാ സബോർഡിനേറ്റിനെയും എന്ത് ചെയ്യണം, ആരും ഡയറക്റ്റ് ചെയ്യണം, സൂപ്പർവൈസേഴ്സ് അല്ലെങ്കിൽ സുപ്പീരിയർ ഓഫീസേഴ്സ് എന്ത് ചെയ്യണം, ഡയറക്റ്റ് ചെയ്യണം. പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്ടിംഗ്. ഫസ്റ്റ് വൺ, ഇന്റഗ്രേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ഓർഗനൈസേഷൻ ഗോൾസ്. ഈ പ്രിൻസിപ്പിളിൽ പറയുന്നത് ഒരു ഓർഗനൈസേഷനിലെ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ സബോർഡിനേറ്റ് അവരുടെ പേഴ്സണൽ നീഡ്സ് അല്ലെങ്കിൽ ഗോൾസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന, അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ഓർഗനൈസേഷന്റെ ഗോൾസും അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം. നെക്സ്റ്റ് വൺ, പാർട്ടിസിപ്പേറ്റീവ് ഡിസിഷൻ മേക്കിംഗ്. പാർട്ടിസിപ്പേറ്റീവ് ഡിസിഷൻ മേക്കിംഗ് പറയുന്നത് ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ് വേണം ഒരു ഓർഗനൈസേഷനിൽ എന്നാണ്. നെക്സ്റ്റ്, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. ഒരു സബോർഡിനേറ്റിന് അദ്ദേഹത്തിന്റെ വർക്ക് എന്താണ്, എഫിഷ്യന്റ് ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, സുപ്പീരിയേഴ്സ് അല്ലെങ്കിൽ ടോപ്പ് ലെവൽ മാനേജേഴ്സ് എന്ത് ചെയ്യണം, അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ്, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഒരു ഫ്രീ ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ത് വേണം, ഒരു ഓർഗനൈസേഷനിൽ എല്ലാ ലെവൽസിലും വേണം. നെക്സ്റ്റ്, റൈറ്റ് ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ്. ഒരു ഓർഗനൈസേഷനിൽ എന്ത് വേണം, ഒരു റൈറ്റ് ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ് വേണം, അല്ലെങ്കിൽ ഒരു എഫിഷ്യന്റ് ലീഡേഴ്സ് വേണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ യൂണിറ്റി ഓഫ് കമാൻഡ് ആണ്. യൂണിറ്റി ഓഫ് കമാൻഡ് പ്രിൻസിപ്പിൾ പറയുന്നത് സബോർഡിനേറ്റ്സ് ഒരു സമയം ഒരു സുപ്പീരിയറിൽ നിന്ന് മാത്രം ഓർഡേഴ്സ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് സ്വീകരിക്കാൻ പാടുള്ളൂ. നെക്സ്റ്റ്, അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് ഡയറക്ഷൻ ടെക്നിക്സ് ആണ്. ഡയറക്ഷൻ ടെക്നിക്സ് എപ്പോഴും സിറ്റുവേഷൻ ബേസ് ചെയ്തായിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. ലാസ്റ്റ് വൺ, ഫോളോ അപ്പ്. ഫോളോ അപ്പിൽ ചെയ്യേണ്ടത് സുപ്പീരിയേഴ്സ് കൊടുക്കുന്ന ഓർഡേഴ്സ് സബോർഡിനേറ്റ്സ് ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ സുപ്പീരിയേഴ്സ് അവരുടെ ഡയറക്ഷൻ അല്ലെങ്കിൽ ഗൈഡൻസ് വർക്കേഴ്സിന് കൊടുക്കുന്നുണ്ടോ എന്ന് മാനേജ്മെന്റ് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം എന്നാണ് ഫോളോ അപ്പ് പ്രിൻസിപ്പിളിൽ പറയുന്നത്.
നെക്സ്റ്റ് ടെക്നിക്സ് ഓഫ് ഡിറക്ഷൻ ആണ്. ടെക്നിക് ഓഫ് ഡിറക്ഷൻ 3 തരത്തിലുണ്ട്. ഫസ്റ്റ് വൺ കൺസൾട്ടേറ്റീവ് ഡിറക്ഷൻ. കൺസൾട്ടേറ്റീവ് ഡിറക്ഷനിൽ പറയുന്നത് superiors has consultation with his subordinate before issuing a direction. ഒരു ഡിറക്ഷൻ ഇഷ്യൂ ചെയ്യുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കുന്നതിന് മുൻപ് ആരുമായിട്ട് കൺസൾട്ട് ചെയ്തിരിക്കണം? സബോർഡിനേറ്റുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് അവരുടെ ഒപ്പീനിയൻസും കളക്ട് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഈ ടെക്നിക്സ് പ്രകാരം superiors എന്താണ് ഇൻഡിപെൻഡന്റ്ലി ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫ്രീ റെയിൻ ഡിറക്ഷൻ. ഫ്രീ റെയിൻ ഡിറക്ഷനിൽ പറയുന്നത് the subordinate is encouraged to solve the problem independently. ഇവിടെ സബോർഡിനേറ്റ്സ് എന്ന് എന്തുണ്ട്? ഫ്രീഡം ഉണ്ട്. പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫ്രീ റെയിൻ ഡിറക്ഷൻ എന്ന് പറയുന്നത്. സബോർഡിനേറ്റ് ചെയ്യുന്ന ആക്ടിന്റെ അല്ലെങ്കിൽ സബോർഡിനേറ്റ് ചെയ്യുന്ന ആക്ടിന്റെ റിസൾട്ടിന്റെ അക്കൗണ്ടബിലിറ്റി അല്ലെങ്കിൽ ആൻസറബിലിറ്റി ആർക്കായിരിക്കും? സബോർഡിനേറ്റ്സിന് തന്നെ ആയിരിക്കും. ലാസ്റ്റ് വൺ ഓട്ടോക്രാറ്റിക് ഡിറക്ഷൻ ആണ്. ഓട്ടോക്രാറ്റിക് ഡിറക്ഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഫ്രീ റെയിൻ ഡിറക്ഷൻ ആണ്. superior commands the subordinate to accomplish a set of goals. ഇവിടെ superiors എന്ത് ചെയ്യും? ക്ലിയർ ആയിട്ടുള്ള ഡിറക്ഷൻ അല്ലെങ്കിൽ പ്രിസൈസ് ഓർഡേഴ്സ് ആർക്ക് കൊടുക്കും? സബോർഡിനേറ്റ്സിന് കൊടുത്തിട്ട് അവരെ കൊണ്ട് എന്ത് ചെയ്യും? ഗോൾസ് സെറ്റ് ചെയ്യിക്കുന്നതിനെയാണ് ഓട്ടോക്രാറ്റിക് ഡിറക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എലമെന്റ്സ് ഓഫ് ഡിറക്ഷൻ ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് എലമെന്റ്സ് ഓഫ് ഡിറക്ഷൻ എന്ന് പറയുന്നത്. ഡിറക്ഷന്റെ എലമെന്റ്സ് 4 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നു. ഫസ്റ്റ് വൺ സൂപ്പർവിഷൻ, നെക്സ്റ്റ് മോട്ടിവേഷൻ, ലീഡർഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഡിഫറെന്റ് എലമെന്റ്സ് എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. First element of direction ആണ് supervision. Supervision signifies overseeing of the work of the subordinate by the supervisor. Supervisor ഇവിടെ മാനേജ്മെന്റിന്റെ ഏജന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഏജന്റ് എന്ന് പറയാൻ കാരണം ഡെയിലി ബേസിസിൽ വർക്കേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ വർക്കേഴ്സിന്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ വർക്കിനെ കുറിച്ചുള്ള റിപ്പോർട്ട്സ് ആർക്ക് കൊടുക്കുകയും വേണം? മാനേജ്മെന്റ്സിന് കൊടുക്കുകയും വേണം. Directing functionന്റെ second element ആണ് motivation. The term motivation has its origin in the Latin word moveo, which means to move. Motivation stands for movement. It is an effective instrument in hands of the management for inspiring the workforce and creating confidence in them. ഒരു ഓർഗനൈസേഷനിലുള്ള വർക്ക് ഫോഴ്സിനെ ഇൻസ്പയർ ചെയ്യുകയും അവരുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്ന മാനേജ്മെന്റ് ഉപയോഗിക്കുന്ന ഒരു എഫക്റ്റീവ് ഇൻസ്ട്രുമെന്റ് ആണ് ഏത്? മോട്ടിവേഷൻ എന്ന് പറയുന്നത്. മോട്ടിവേഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? ഓർഗനൈസേഷനിൽ വർക്ക് ഫോഴ്സിന്റെ ഡ്യൂട്ടീസ് എഫക്റ്റീവ്ലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്കിടയിൽ തന്നെ എന്ത് ചെയ്യുന്നു? ഒരു ഡിസയർ അല്ലെങ്കിൽ ഒരു വില്ലിംഗ്നെസ് എന്ത് ചെയ്യുക? ക്രിയേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഓർഗനൈസേഷന്റെ കോമൺ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി ഈ വർക്കേഴ്സിന്റെ ഇടയിൽ എന്ത് ചെയ്യുന്നു? ഒരു യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു. അക്കോർഡിംഗ് ടു ജോർജ് ആർ ടെറി, മോട്ടിവേഷൻ ഈസ് ദ നീഡ് ഫോർ ഡ്രൈവ് വിത്തിൻ ആൻ individual that drives him or her toward goal oriented action. അതായത് ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻഡിവിജ്വൽസിന്റെ തന്നെ എന്ത് ചെയ്യാം? നീഡ്സ് ഫുൾഫില്ല് ചെയ്തുകൊണ്ട് ഓർഗനൈസേഷന്റെ ഗോൾസ് എന്ത് ചെയ്യുക? അച്ചീവ് ചെയ്യുക അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ ഗോൾസിലേക്ക് എത്തുന്ന ഒരു പ്രോസസ് ആണ് എന്ന് പറയുന്നത് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മോട്ടിവേഷൻ എന്ന് പറയുന്ന ടേം എന്ന് പറയുന്നത് മോട്ടീവ്സ് എന്ന് പറയുന്ന ടേമുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. മോട്ടീവ്സ് എന്ന് പറയുന്ന ടേം ഏതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു? നീഡുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന സബോർഡിനേറ്റ്സ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിന്റെ നീഡ്സിനെ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയാണ്, എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? മോട്ടീവ്സ് എന്ന് പറയുന്നത്. അതായത് മോട്ടീവ്സ് ആർ എക്സ്പ്രഷൻ ഓഫ് എ പേഴ്സൺസ് നീഡ്. ഒരു പേഴ്സന്റെ നീഡിനെ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? മോട്ടീവ് എന്ന് പറയുന്നത്. ആ മോട്ടീവ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോഴും ഒരു പേഴ്സണൽ അല്ലെങ്കിൽ ഒരു ഇന്റേണൽ ഫാക്ട് ആണ്. ഹ്യൂമൻ മോട്ടീവ്സ് ആർ ബേസ്ഡ് ഓൺ നീഡ്സ്. ഹ്യൂമൻ മോട്ടീവ്സ് എന്താണ്? നീഡ്സുമായിട്ട് എന്താണ്? ബേസ് ചെയ്തിരിക്കുന്നു. അപ്പം നീഡ്സ് വരുന്ന സമയത്താണ് എന്ത് ചെയ്യേണ്ടത്? എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത്. എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ പറ്റും. അതാണ് പറയുന്നത് നീഡ് leads to motivation and motivation leads to action. Needs motivationലേക്ക് നയിക്കുന്നു, motivation
ആക്ഷനിലേക്ക് നയിക്കുന്നു. രണ്ട് തരത്തിലുള്ള മോട്ടിവേഷൻ ആണുള്ളത്, പോസിറ്റീവ് മോട്ടിവേഷനും നെഗറ്റീവ് മോട്ടിവേഷനും. നെഗറ്റീവ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് പണിഷ്മെന്റ് ആണ്, അല്ലെങ്കിൽ ജോലി നഷ്ടമാകുമെന്നുള്ളൊരു ഭയമാണ്. അതിനെ ഭയന്നുകൊണ്ട് എന്ത് ചെയ്യാണ്, വർക്ക് ചെയ്ത് ഓർഗനൈസേഷന്റെ ഗോൾസ് അച്ചീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നെഗറ്റീവ് മോട്ടിവേഷൻ എന്ന് പറയാം. പോസിറ്റീവ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് എന്താണ്, പീപ്പിൾ വില്ലിംഗ് ടു ഡു ദെയർ വർക്ക് ഇൻ ദ ബെസ്റ്റ് വേ ദേ ക്യാൻ ആൻഡ് ഇംപ്രൂവ് ദെയർ പെർഫോമൻസ്. ബെറ്റർ പെർഫോമൻസ് വഴി ഓർഗനൈസേഷന്റെ വർക്ക് കണ്ടക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിനാണ് പോസിറ്റീവ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. പോസിറ്റീവ് മോട്ടിവേഷന്റെ പാർട്ടാണ് ബെറ്റർ റിവാർഡ്സും ഇൻസെന്റീവ്സും ഒക്കെ. ടെക്നിക്സ് ഓഫ് മോട്ടിവേഷൻ. പ്രധാനമായും 5 തരത്തിലുള്ള ടെക്നിക്സ് ഓഫ് മോട്ടിവേഷൻ ആണുള്ളത്. ഫസ്റ്റ് വൺ ഇൻസെന്റീവ്സ്. ഇൻസെന്റീവ്സിൽ പറയുന്നത് മോണിറ്ററി ബെനിഫിറ്റ് അല്ലെങ്കിൽ ഫ്രിഞ്ച് ബെനിഫിറ്റ്സോ ബെറ്റർ സർവീസസോ പ്രൊവൈഡ് ചെയ്ത് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ടെക്നിക്കാണ് ഇൻസെന്റീവ്സ്. സെക്കൻഡ് വൺ ജോബ് ബേസ്ഡ് ടെക്നിക്സ്. ജോബ് ബേസ്ഡ് ടെക്നിക്സിൽ എംപ്ലോയീസിന്റെ സോഷ്യൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ റിക്വയർമെന്റ്സ് സാറ്റിസ്ഫൈ ചെയ്ത് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നു. അതിൽ വരുന്നതാണ് ജോബ് സിംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ ജോബ് റൊട്ടേഷൻ, ജോബ് എൻലാർജ്മെന്റ്, ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറയുന്നത്. ജോബ് എൻലാർജ്മെന്റും ജോബ് എൻറിച്ച്മെന്റും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ടേംസ് ആണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ജോബ് എൻലാർജ്മെന്റ്. ജോബ് എൻലാർജ്മെന്റ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ആണ്. ഇവിടെ എംപ്ലോയീസിന് സെയിം സ്റ്റാറ്റസ് ഉള്ള വേറൊരു ജോലിയിലേക്ക് എന്ത് ചെയ്യുന്നു, ചെയ്യാൻ കൊടുക്കുന്നു അല്ലെങ്കിൽ മാറ്റുന്നു. എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്നൊരു മാറ്റം. അതെന്ത് ചെയ്യും, ജോബ് മോണോട്ടോണസ് അല്ലെങ്കിൽ ജോബിന്റെ വിരസത കുറയ്ക്കുന്നതിന് എന്ത് ചെയ്യും, സഹായിക്കും. ഇവിടെ സെയിം സാലറി ആയിരിക്കും, സെയിം സ്റ്റാറ്റസ്, സെയിം പൊസിഷൻ ആയിരിക്കും. നെക്സ്റ്റ് വൺ ജോബ് എൻറിച്ച്മെന്റ്. ജോബ് എൻറിച്ച്മെന്റിൽ പറയുന്നത് വെർട്ടിക്കൽ മൂവ്മെന്റ് ആയിരിക്കും. വെർട്ടിക്കൽ മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഹയർ പൊസിഷനിലേക്ക് എന്ത് ചെയ്യും, മാറ്റുന്നു. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിലെ ഹയർ സ്റ്റാറ്റസ് ഉള്ള അല്ലെങ്കിൽ ഹയർ പൊസിഷനിലേക്കുള്ള ഒരു ജോബിലേക്ക് മാറ്റുന്നതിനെയാണ് ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറയുന്നത്. അത് എംപ്ലോയീസിനെ എന്ത് ചെയ്യും, കൂടുതലായിട്ട് മോട്ടിവേറ്റ് ചെയ്യും. അവിടെ ബെറ്റർ റിവാർഡ്സ് കിട്ടുന്നത് കൊണ്ട് തന്നെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യും. നെക്സ്റ്റ് വൺ മാനേജ്മെന്റ് ഒബ്ജക്റ്റീവ് ടെക്നിക് ആണ്. മാനേജ്മെന്റ് ഒബ്ജക്റ്റീവ് ടെക്നിക് എന്ന് പറയുന്നത് MBO ടേം ഡെവലപ്പ് ചെയ്തത് പീറ്റർ എഫ് ട്രക്കർ ആണ് 1954. MBO എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഫോർമൽ പ്രൊസീജിയർ സ്റ്റാർട്ട് വിത്ത് ഗോൾ സെറ്റിംഗ് ആൻഡ് കണ്ടിന്യൂസ് ടിൽ ദ പെർഫോമൻസ് റിവ്യൂ. അതായത് ഒരു ഓർഗനൈസേഷനിൽ ഒരു സ്പെസിഫിക് ഗോൾ സെറ്റ് ചെയ്ത് പെർഫോമൻസ് റിവ്യൂ വരെ ഉള്ള പ്രോസസ്സിനെ എല്ലാം എന്ത് ചെയ്യാം, മാനേജ്മെന്റ് ഒബ്ജക്റ്റീവ് എന്നൊരു ടേം കൊണ്ട് ഡിഫൈൻ ചെയ്യാം. മാനേജ്മെന്റ് ഒബ്ജക്റ്റീവിൽ ഫസ്റ്റ് വൺ ഗോൾ സെറ്റിംഗ് കാണും, സെക്കൻഡ് പ്ലാൻ ഓഫ് ആക്ഷൻ. പ്ലാൻ ഓഫ് ആക്ഷനിൽ കറക്റ്റ് ആയിട്ട് എംപ്ലോയീസിന്റെ അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സിന്റെയും സബോർഡിനേറ്റ്സിന്റെയും റെസ്പോൺസിബിലിറ്റി ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കണം. നെക്സ്റ്റ് പീരിയോഡിക് റിവ്യൂ, ഫൈനൽ വൺ പെർഫോമൻസ് അപ്രൈസൽ. ഇതുവരെയുള്ള ഒരു സ്റ്റേജിനെയാണ് മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത്. MBO ടെക്നിക്സ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, അവരുടെ വർക്ക് ഇവാലുവേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരെന്തായാലും പെർഫോമൻസ് മെഷർ ചെയ്യുന്നത് കൊണ്ട് തന്നെ എംപ്ലോയീസ് മോട്ടിവേറ്റഡ് ആയിട്ട് വർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. നെക്സ്റ്റ് വൺ ലീഡർഷിപ്പ് ടെക്നിക്സ്. ലീഡർഷിപ്പ് ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ലീഡർഷിപ്പ് ടെക്നിക്സ് ഉണ്ട്. ഓട്ടോക്രാറ്റിക് ആകാം, ഡെമോക്രാറ്റിക് ആകാം, ഫ്രീ റെയിൻ സ്റ്റൈൽസ് ഓഫ് ലീഡർഷിപ്പ് ആകാം. ഈ ലീഡർഷിപ്പ് ടെക്നിക്സ് നമുക്ക് ലീഡർഷിപ്പ് പഠിക്കുന്ന സമയത്ത് നന്നായിട്ട് നോക്കാം. ലാസ്റ്റ് വൺ സെൻസിറ്റിവിറ്റി ട്രെയിനിങ് ആണ്. സെൻസിറ്റിവിറ്റി ട്രെയിനിങ് എന്ന് പറയുന്നത് ഇവിടെ ഗ്രൂപ്പ് ഓഫ് മാനേജേഴ്സ് കാണും സബോർഡിനേറ്റിനെ മോട്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ഇതുവഴി എന്ത് ചെയ്യാം, എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാം. ഇത്രയും ടെക്നിക്സ് ആണ് മോട്ടിവേഷന്റെ പ്രധാനമായിട്ടും ഉള്ളത്. മോട്ടിവേഷൻ തിയറീസ്. മോട്ടിവേഷൻ തിയറീസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഫസ്റ്റ് വൺ കണ്ടന്റ് തിയറീസ്, സെക്കൻഡ് വൺ പ്രോസസ് തിയറീസ്. കണ്ടന്റ് തിയറി പറയുന്നത് എന്താണ് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നത്, what motivate them or focus on what people need in their life. അതാണ് കണ്ടന്റ് തിയറി പറയുന്നത്. കണ്ടന്റ് തിയറി 4 തിയറീസ് ഉണ്ട്. ഫസ്റ്റ് വൺ മാസ്ലോ നീഡ് ഹൈറാർക്കി തിയറി, ഹെർസ്ബർഗ് മോട്ടിവേഷൻ തിയറി, മെക്ലനാൻഡ് നീഡ് തിയറി, ആൾഡർഫെയർ ERG തിയറി. നെക്സ്റ്റ് പ്രോസസ് തിയറി. പ്രോസസ് തിയറി ലുക്ക് അറ്റ് ദ സൈക്കോളജിക്കൽ ആൻഡ് ബിഹേവിയറൽ പ്രോസസ് ആൻഡ് ഇൻഡിവിജ്വൽ മോട്ടിവേഷൻ. അതിൽ വരുന്ന 4 തിയറീസ് ആണ് ബ്രൂംസ് എക്സ്പെക്ടൻസി തിയറി, ആഡംസ് ഇക്വിറ്റി തിയറി, ഗോൾ സെറ്റിംഗ് തിയറി ആൻഡ് റീഇൻഫോഴ്സ്മെന്റ് തിയറി. ഫസ്റ്റ് മോട്ടിവേഷൻ തിയറിയാണ് മാസ്ലോ നീഡ് ഹൈറാർക്കി തിയറി. എബ്രഹാം മാസ്ലോ ആണ് ഡെവലപ്പ് ചെയ്തത്. മാസ്ലോ അഡ്വാൻസ്ഡ് എ സീരീസ് ഓഫ് പ്രൊപ്പോസിഷൻ റിഗാർഡിംഗ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് സമ്മറൈസ്ഡ് ഹ്യൂമൻ നീഡ്സിന്റെ ഹൈറാർക്കിക്കൽ ഫോം. ഈ തിയറിയിൽ മാസ്ലോ ചെയ്തത് ഹ്യൂമൻ നീഡ്സിനെ ഒരു ഹൈറാർക്കിക്കൽ ഫോംസിൽ റെപ്രസെന്റ് ചെയ്തു. അക്കോർഡിംഗ് ടു മാസ്ലോ, ഹ്യൂമൻ നീഡ്സ് ഫോം എ പർട്ടിക്കുലർ സ്ട്രക്ചർ ഓർ ഹൈറാർക്കി. ഹ്യൂമൻ നീഡ്സിന് പർട്ടിക്കുലർ സ്ട്രക്ചർ അല്ലെങ്കിൽ ഹൈറാർക്കി ഉണ്ടെന്നാണ് മാസ്ലോ പറയുന്നത്. ഫിസിയോളജിക്കൽ നീഡ്സ് ആർ ദ ബേസ് ഓഫ് ഹൈറാർക്കി വൈൽ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് ആർ ദി അപ്പെക്സ്.
ബേസിക് ലെവൽ എന്ന് പറയുന്നത് ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. ഹയർ ലെവൽ എന്ന് പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് ആണ്. എ ഹയർ ലെവൽ നീഡ് ഡസ് നോട്ട് ബിക്കം ആൻ ആക്റ്റീവ് മോട്ടിവേറ്റിംഗ് ഫോഴ്സ് അണ്ടിൽ ദ പ്രിസീഡിംഗ് ലോവർ ഓർഡർ നീഡ് ആർ സാറ്റിസ്ഫൈഡ്. അതായത് ലോവർ ലെവൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഹയർ ലെവൽ നീഡ്സ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് മാസ്ലോ പറയുന്നത്. He assumes that all needs are not felt at the same time. എല്ലാ നീഡ്സും എന്ത് ചെയ്യുന്നില്ല, ഒരേ സമയം സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല ഒരു ഇൻഡിവിജ്വൽ. As soon as one need is satisfied, another need emerge. ഒരു നീഡ് വരുമ്പോഴാണ് ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അടുത്ത നീഡ് എമർജ് ചെയ്യുന്നതെന്നാണ് മാസ്ലോ പറയുന്നത്. അതായത് ഹ്യൂമൻ നീഡ്സ് എന്ന് പറയുന്നത് എന്താണ്, നീഡ്സ് അല്ലെങ്കിൽ വോൺസ് അൺലിമിറ്റഡ് ആണ്. അതുകൊണ്ട് ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിയുമ്പോഴാണ് അടുത്ത നീഡ് എന്ത് ചെയ്യുന്നത്, എമർജ് ചെയ്യുന്നത്. മാസ്ലോ ഹ്യൂമൻ നീഡ്സിനെ 5 കാറ്റഗറീസ് ആയിട്ട് അല്ലെങ്കിൽ 5 ലെവൽസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് വൺ ഫിസിയോളജിക്കൽ നീഡ്. ഫിസിയോളജിക്കൽ നീഡ്സിൽ വരുന്നത് ഫുഡ്, ഷെൽട്ടർ, ക്ലോത്തിങ് തുടങ്ങിയ ബേസിക് നീഡ്സ് ആണ്. നെക്സ്റ്റ് സേഫ്റ്റി നീഡ്സ്. സേഫ്റ്റി നീഡ്സ് ഫിസിക്കൽ സേഫ്റ്റി ആണ് വരുന്നത്. നെക്സ്റ്റ് സോഷ്യൽ നീഡ്സ്. സോഷ്യൽ നീഡിൽ ഫ്രണ്ട്ഷിപ്പ്, ഗ്രൂപ്പ് മെമ്പർഷിപ്പ്, സോഷ്യൽ കണക്ഷൻസ് എല്ലാം സോഷ്യൽ നീഡിന് വരുന്നുണ്ട്. നെക്സ്റ്റ് എസ്റ്റീം നീഡ്സ്. എസ്റ്റീം നീഡ് മീൻസ് അപ്രൂവൽ അല്ലെങ്കിൽ റെക്കഗ്നീഷൻ, സെൽഫ് കോൺഫിഡൻസ്, ഇതെല്ലാം എസ്റ്റീം നീഡ്സിൽ വരുന്നു. ലാസ്റ്റ് വൺ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് അല്ലെങ്കിൽ സെൽഫ് ഫുൾഫിൽമെന്റ് എന്നാണ് പറയുന്നത്. ഇതിൽ വരുന്നത് അക്കംപ്ലിഷ്മെന്റ് അല്ലെങ്കിൽ പ്രൈഡ്, മെന്റൽ ഗ്രോത്ത് എല്ലാം സെൽഫ് ആക്ച്വലൈസേഷൻ നീഡിൽ വരുന്നുണ്ട്. ബേസിക് നീഡ് എന്ന് പറയുന്നത് ഫിസിയോളജിക്കൽ നീഡാണ്. ഹയർ നീഡ് എന്ന് പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡാണ്. ഫിസിയോളജിക്കൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ സേഫ്റ്റി നീഡ് എമർജ് ചെയ്യത്തുള്ളൂ. സേഫ്റ്റി നീഡ് സാറ്റിസ്ഫൈ ചെയ്താൽ സോഷ്യൽ നീഡ് എമർജ് ചെയ്യുന്നു. സോഷ്യൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്താൽ എസ്റ്റീം നീഡ് എമർജ് ചെയ്യുന്നു. ലാസ്റ്റ് വൺ ആണ് സെൽഫ് ഫുൾഫിൽമെന്റ് അല്ലെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത്. മാസ്ലോ നീഡ് ഹയറാർക്കി തിയറിയിലെ ബേസിക് ലെവൽ ആണ് അല്ലെങ്കിൽ ബേസിക് നീഡ് ആണ് ഫിസിയോളജിക്കൽ നീഡ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ബേസിക് നീഡ് ഫോർ സർവൈവൽ ഓഫ് ഹ്യൂമൻ ബീങ്. ഫിസിയോളജിക്കൽ നീഡിൽ വരുന്നത് ഫുഡ്, വാട്ടർ, ഓക്സിജൻ, സ്ലീപ്പ്, ഷെൽട്ടർ, ക്ലോത്തിങ് ഇവയൊക്കെയാണ്. നെക്സ്റ്റ് സേഫ്റ്റി നീഡ് അല്ലെങ്കിൽ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്. ഈ നീഡ് എന്ന് പറയുന്നത് സെക്യൂരിറ്റി ആൻഡ് പ്രൊട്ടക്ഷൻ നീഡാണ്. ഓർഗനൈസേഷനിലെ വ്യൂ പോയിന്റ് നോക്കുമ്പോൾ സേഫ്റ്റി നീഡ് എന്ന് പറയുന്നത് ജോബ് സെക്യൂരിറ്റി, സാലറി ഹൈക്ക്, സേഫ് വർക്കിംഗ് കണ്ടീഷൻ ഇവയൊക്കെയാണ്. നെക്സ്റ്റ് സോഷ്യൽ നീഡ്. സോഷ്യൽ നീഡിൽ വരുന്നത് നീഡ് ഫോർ ലവ്, അഫെക്ഷൻ, ഫ്രണ്ട്ഷിപ്പ്, മെമ്പർഷിപ്പ് ഇൻ ഗ്രൂപ്പ്, സോഷ്യൽ അക്സെപ്റ്റൻസ് തുടങ്ങിയവയാണ്. ഓർഗനൈസേഷന്റെ വ്യൂ പോയിന്റിൽ സോഷ്യൽ നീഡ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് പാർട്ടിസിപ്പേഷൻ, ടീം ആൻഡ് ഫ്രണ്ട്ലി സൂപ്പർവിഷൻ ഇവയൊക്കെയാണ്. നെക്സ്റ്റ് നീഡാണ് സെൽഫ് എസ്റ്റീം നീഡ്. സെൽഫ് എസ്റ്റീം നീഡിൽ വരുന്നത് സെൽഫ് റെസ്പെക്ട്, സെൽഫ് കോൺഫിഡൻസ്, റെക്കഗ്നിഷൻ, അപ്രീസിയേഷൻ, പ്രസ്റ്റീജ്, പവർ തുടങ്ങിയവയാണ്. സോഷ്യൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ എമർജ് ചെയ്യുന്ന നീഡാണ് സെൽഫ് എസ്റ്റീം നീഡ്. നെക്സ്റ്റ് വൺ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഇതാണ് ലാസ്റ്റ് നീഡ് അല്ലെങ്കിൽ ഹയർ ലെവൽ, ഹൈ ഓർഡർ നീഡ് എന്നൊക്കെ പറയുന്നത്. ഇതിൽ വരുന്നത് മെന്റൽ ഗ്രോത്ത്, അക്കംപ്ലിഷ്മെന്റ് ഓഫ് ഗോൾസ് അല്ലെങ്കിൽ സെൽഫ് ഡെവലപ്മെന്റ്, ഇതൊക്കെയാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സിനകത്ത് വരുന്നത്. മാസ്ലോ നീഡ് ഹയറാർക്കിയിൽ വരുന്ന 5 നീഡ്സ് ആണ്. ഫസ്റ്റ് വൺ ഫിസിയോളജിക്കൽ നീഡ്, സെക്കൻഡ് വൺ സേഫ്റ്റി ഓർ സെക്യൂരിറ്റി നീഡ്, നെക്സ്റ്റ് സോഷ്യൽ നീഡ്, സെൽഫ് എസ്റ്റീം നീഡ്സ് ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. നെക്സ്റ്റ് മോട്ടിവേഷൻ തിയറി ആണ്. ഹെർസ്ബർഗിന്റെ മോട്ടിവേഷൻ ഹൈജീൻ തിയറി എന്ന് പറയുന്നത്. ഈ തിയറിയിൽ 2 ഫാക്ടേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് വൺ മെയിൻ്റനൻസ് ഫാക്ടേഴ്സ്, സെക്കൻഡ് വൺ മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ്. മെയിൻ്റനൻസ് ഫാക്ടേഴ്സിൽ പറയുന്നത്, മെയിൻ്റനൻസ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഹൈജീൻ ഫാക്ടേഴ്സ് ആണ് അല്ലെങ്കിൽ ഡിസാറ്റിസ്ഫയേഴ്സ് ആണ്. ഈ ഫാക്ടേഴ്സിന്റെ ആബ്സെൻസ് ഉണ്ടാകുമ്പോഴാണ് എംപ്ലോയീസ് എന്ത് ചെയ്യുന്നത്, ഡിസാറ്റിസ്ഫൈ ആകുന്നതെന്നാണ് പറയുന്നത്. ഇത് എംപ്ലോയീസിനിടയിൽ ഒരു റീസണബിൾ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ. എക്സാമ്പിൾ പറയുമ്പം കമ്പനി പോളിസി, അഡ്മിനിസ്ട്രേഷൻ, റിലേഷൻഷിപ്പ് വിത്ത് സുപ്പീരിയർ, സബോർഡിനേറ്റ്, സാലറി, ജോബ് സെക്യൂരിറ്റി, വർക്കിംഗ് കണ്ടീഷൻ, സ്റ്റാറ്റസ് മുതലായവ. നെക്സ്റ്റ് മോട്ടിവേഷണൽ ഫാക്ടേഴ്സ്. മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഈ ഫാക്ടേഴ്സ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ പെർഫോമൻസും ഇംപ്രൂവ് ചെയ്യുന്നു. പക്ഷേ ഈ ഫാക്ടേഴ്സിൽ എന്തെങ്കിലും കുറവ് വന്നു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുന്നില്ല, ഡിസാറ്റിസ്ഫാക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ അച്ചീവ്മെന്റ്, റെക്കഗ്നിഷൻ, റെസ്പോൺസിബിലിറ്റി, ഓപ്പർച്യൂണിറ്റീസ് ഓഫ് ഗ്രോത്ത് എക്സെട്ര. റെക്കഗ്നിഷൻ നോക്കുകയാണെങ്കിൽ റെക്കഗ്നിഷൻ കൂടുതലായിട്ട് സുപ്പീരിയർ അല്ലെങ്കിൽ മാനേജർ എംപ്ലോയീസിനെ കൂടുതലായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവർ കൂടുതൽ സാറ്റിസ്ഫൈ ആകുകയും അവർ പെർഫോമൻസ് എന്ത് ചെയ്യും, ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷെ റെക്കഗ്നിഷൻ ഇല്ലാന്ന് കരുതിയിട്ട് എന്താണ്, അവർ ഡിസാറ്റിസ്ഫൈ ആവുന്നതും ഇല്ല.
ഇതാണ് രണ്ട് ഫാക്ടേഴ്സ്, മെയിൻ്റനൻസ് ഫാക്ടേഴ്സ് ആൻഡ് മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഹെർസ്ബർഗിന്റെ മോട്ടിവേഷൻ തിയറി പറയുന്നത് ഹൈജീൻ അല്ലെങ്കിൽ മെയിൻ്റനൻസ് ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നു, ഡിസാറ്റിസ്ഫാക്ഷൻ അവോയ്ഡ് ചെയ്യുകയും യൂസ് ഓഫ് മോട്ടിവേറ്റീവ് ഫാക്ടേഴ്സ് എന്ത് ചെയ്യും, മോട്ടിവേഷൻ ഇംപ്രൂവ് ചെയ്യും, ജോബ് പെർഫോമൻസ് കൂട്ടുകയും ചെയ്യുന്നു. ഈ ഡയഗ്രാമിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഹൈജീൻ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, മോട്ടിവേറ്റേഴ്സ് അല്ലെങ്കിൽ മോട്ടിവേഷൻ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്. ഹൈജീൻ ഫാക്ടേഴ്സ് ജോബ് ഡിസാറ്റിസ്ഫാക്ഷൻ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഹൈജീൻ ഫാക്ടേഴ്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഡിസാറ്റിസ്ഫാക്ഷൻ കുറയ്ക്കാൻ പറ്റും. മോട്ടിവേഷൻ ഫാക്ടേഴ്സ് ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ത് ചെയ്യും, കൂട്ടും. ഹൈജീൻ ഫാക്ടേഴ്സിൽ വരുന്നത് കമ്പനി പോളിസി, അഡ്മിനിസ്ട്രേഷൻ, സൂപ്പർവിഷൻ, ഇന്റർപേഴ്സണൽ റിലേഷൻ, വർക്കിംഗ് കണ്ടീഷൻ, സാലറി, സ്റ്റാറ്റസ്, സെക്യൂരിറ്റി. മോട്ടിവേഷൻ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, അച്ചീവ്മെന്റ്, റെക്കഗ്നിഷൻ, വർക്ക് ഇറ്റ് സെൽഫ്, റെസ്പോൺസിബിലിറ്റി, അഡ്വാൻസ്മെന്റ്, ഗ്രോത്ത്. നെക്സ്റ്റ് മോട്ടിവേഷണൽ തിയറിയാണ് ആഡർഫെയേഴ്സിന്റെ ഇയാജി തിയറി. മാസ്ലോണിയുടെ ഹൈറാർക്കി തിയറിയുടെ ഒരു റിവൈസ്ഡ് വേർഷൻ ആണ് ഇയാജി തിയറി. മാസ്ലോണിയുടെ ഹൈറാർക്കി തിയറിയിലെ 5 നീഡ്സിനെ ഇയാജി തിയറിയിലെ 3 നീഡ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ഇ സ്റ്റാൻഡ്സ് ഫോർ എക്സിസ്റ്റൻസ്, ആർ സ്റ്റാൻഡ്സ് ഫോർ റിലേറ്റഡ്നെസ് ആൻഡ് ജി സ്റ്റാൻഡ്സ് ഫോർ ഗ്രോത്ത്. എക്സിസ്റ്റൻസ് നീഡ്സിൽ വരുന്നത് മാസ്ലോണിയുടെ ഹൈറാർക്കി തിയറിയിലെ ബേസിക് നീഡായ ഫിസിയോളജിക്കൽ നീഡും സേഫ്റ്റി നീഡ്സും അല്ലെങ്കിൽ സെക്യൂരിറ്റി നീഡ്സും ചേർന്നതാണ്. റിലേറ്റഡ്നെസ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ കമ്പോണന്റ് ഓഫ് എസ്റ്റീം നീഡും സോഷ്യൽ നീഡ്സും ഒരു കോമ്പിനേഷൻ ആണ്. എസ്റ്റീം നീഡിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, എക്സ്റ്റേണൽ കമ്പോണന്റ് ഓഫ് എസ്റ്റീം നീഡ് എന്നും സെൽഫ് എസ്റ്റീം നീഡ് എന്നും. എക്സ്റ്റേണൽ കമ്പോണന്റ് ഓഫ് എസ്റ്റീം നീഡിൽ വരുന്നതാണ് സ്റ്റാറ്റസ്, റെക്കഗ്നിഷൻ അല്ലെങ്കിൽ അറ്റൻഷൻ ഓഫ് മാനേജേഴ്സ് എന്ന് പറയുന്നത്. സെൽഫ് എസ്റ്റീം നീഡിൽ വരുന്നതാണ് സെൽഫ് കോൺഫിഡൻസ് ഒക്കെ. നെക്സ്റ്റ് ഗ്രോത്ത് നീഡ്. ഗ്രോത്ത് നീഡ് എന്ന് പറയുന്നത് അതിൽ വരുന്നത് ഒരു ഇൻട്രിൻസിക് ഡിസയർ ഫോർ പേഴ്സണൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ പേഴ്സണൽ ഗ്രോത്ത്, മെന്റൽ ഗ്രോത്ത്, ഇതൊക്കെയാണ് ഗ്രോത്ത് നീഡിൽ വരുന്നത്. അതായത് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡും സെൽഫ് എസ്റ്റീം നീഡും ചേർന്നതാണ് ഗ്രോത്ത് നീഡ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് ആൾഡർഫെയേഴ്സിന്റെ ഇയാജി തിയറിയിൽ വരുന്നത്. ഇയാജി തിയറി ഓഫ് മോട്ടിവേഷന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. ഇതിൽ ഫിസിയോളജിക്കൽ നീഡും സേഫ്റ്റി നീഡും ചേർന്നതാണ് ഇയാജി തിയറിയിലെ എക്സിസ്റ്റന്റ് നീഡ് എന്ന് പറയുന്നത്. സോഷ്യൽ നീഡും എസ്റ്റീം നീഡിന്റെ എക്സ്റ്റേണൽ കമ്പോണന്റും ചേർന്നതാണ് റിലേറ്റഡ്നെസ്. സെൽഫ് എസ്റ്റീം നീഡും സെൽഫ് ആക്ച്വലൈസേഷൻ നീഡും ചേർന്നതാണ് ഇയാജി തിയറിയിലെ ഗ്രോത്ത് നീഡ്. ഈ പറയുന്ന 3 നീഡ്സും ഫുൾഫിൽ ചെയ്യുക അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാമെന്നാണ് ഇയാജി തിയറിയിൽ പറയുന്നത്. നെക്സ്റ്റ് മോട്ടിവേഷണൽ തിയറി മെക്ലനാന്റെ അച്ചീവ്മെന്റ് മോട്ടിവേഷൻ തിയറിയാണ്. ഇതിലൊരു 3 നീഡ്സ് അല്ലെങ്കിൽ മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് ആണ് പറയുന്നത്. നീഡ് ഫോർ അച്ചീവ്മെന്റ്, നീഡ് ഫോർ അഫിലിയേഷൻ, നീഡ് ഫോർ പവർ. ഈ 3 നീഡ്സും അല്ലെങ്കിൽ 3 ഫാക്ടറും ഓരോ വ്യക്തികളും അവരുടെ ജീവിതത്തിൽ നിന്ന് അല്ലെങ്കിൽ എക്സ്പീരിയൻസിൽ നിന്ന് ലേൺ ചെയ്തെടുക്കുന്ന ഫാക്ടേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഈ തിയറിയെ 3 നീഡ് തിയറി അല്ലെങ്കിൽ ലേൺഡ് നീഡ് തിയറി എന്നറിയപ്പെടുന്നു. ഇതിൽ ഏതെങ്കിലും ഒരു മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് ഓരോ ഇൻഡിവിജ്വൽസിനും എന്തായിരിക്കും, ഡോമിനേറ്റിംഗ് ഫാക്ടർ അല്ലെങ്കിൽ പ്രാധാന്യമുള്ളതായിട്ടുണ്ടാകും. നീഡ് ഫോർ അച്ചീവ്മെന്റ് പറയുന്നത് നീഡ് ഫോർ അച്ചീവ്മെന്റ് ഫാക്ടർ ഡൊമിനേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഹൈ അല്ലെങ്കിൽ ലോ റിസ്കിനേക്കാളും മോഡറേറ്റ്ലി ചലഞ്ചിങ് ആയിട്ടുള്ള ടാസ്കുകൾ ചെയ്യാനും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനും ഗോൾസ് സെറ്റ് ചെയ്യാനുമുള്ള ടെൻഡൻസി കാണിക്കുന്നു. അഫിലിയേഷൻ ഫാക്ടർ ഡോമിനേറ്റഡ് ഫാക്ടർ ആയിട്ടുള്ള ആളുകൾ മറ്റുള്ളവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നതിനേക്കാൾ മറ്റുള്ളവരുമായിട്ട് ബെറ്റർ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ കൊളാബറേറ്റീവ് ആയിട്ടോ ഗ്രൂപ്പായിട്ടോ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നീഡ് ഫോർ പവർ ഡോമിനേറ്റിംഗ് ഫാക്ടർ ആയിട്ടുള്ളവർ മറ്റുള്ള ആളുകളിൽ ഇൻഫ്ലുവൻസ് ചെലുത്താനോ അല്ലെങ്കിൽ അവരെ കൺട്രോൾ ചെയ്യാനോ ഉള്ള ടെൻഡൻസി കാണിക്കുന്നു. അവർ അതുപോലെ തന്നെ ആർഗ്യുമെന്റ്സിലും കോൺവെർസേഷനിലും എല്ലാം എന്ത് ചെയ്യുന്നു, വിൻ ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കുന്നു. ഇത്രയുമാണ് 3 നീഡ് തിയറിയിൽ പറയുന്ന ഡിഫറെന്റ് മോട്ടിവേഷണൽ ഫാക്ടേഴ്സ്. ഈ ഓരോ നീഡ്സും ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽസിനെ മോട്ടിവേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ എന്ത് ചെയ്യാം, ഒരു ഗുഡ് വർക്കിംഗ് കൾച്ചർ ഒരു ഓർഗനൈസേഷനിൽ ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. നെക്സ്റ്റ് മോട്ടിവേഷണൽ തിയറിയാണ് എക്സ്പെക്ടൻസി തിയറി. ഡെവലപ്പ് ചെയ്തത് വിക്ടർ എച്ച് ബ്രൂം ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് എന്തെന്ന് അറിയപ്പെടുന്നു, ബ്രൂംസ് എക്സ്പെക്ടൻസി തിയറി എന്നറിയപ്പെടുന്നു. ഇത് പ്രധാനമായിട്ട് 3 ഫാക്ടർ ബേസ് ചെയ്തിട്ടാണ് ഈ തിയറി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. എക്സ്പെക്ടൻസി, ഇൻസ്ട്രുമെന്റാലിറ്റി ആൻഡ് ബാലൻസ്. എക്സ്പെക്ടൻസി എന്ന് പറയുന്നത്
ബെറ്റർ എഫേർട്ട് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ലീഡ്സ് ടു ബെറ്റർ പെർഫോമൻസ്. ബെറ്റർ പെർഫോമൻസിലേക്ക് എന്ത് നയിക്കും, അതിനെയാണ് എക്സ്പെക്ടൻസി എന്ന് പറയുന്നത്. ഇൻസ്ട്രുമെന്റാലിറ്റി എന്ന് പറയുന്നത് ബെറ്റർ പെർഫോമൻസ് ആണെങ്കിൽ വിച്ച് ലീഡ്സ് ടു ദി ഡിസൈറബിൾ ഔട്ട്കം. ഡിസൈറബിൾ ഔട്ട്കം അല്ലെങ്കിൽ റിസൾട്ടിലേക്ക് എന്ത് ചെയ്യുന്ന നയിക്കുന്നു. അങ്ങനെ ബെറ്റർ പെർഫോമൻസ് ആണെങ്കിൽ അതെന്ത് ചെയ്യും, ആ പെർഫോമൻസ് ഔട്ട്പുട്ടിലേക്ക് നയിക്കുന്നു. അതിനെയാണ് ഇൻസ്ട്രുമെന്റാലിറ്റി എന്ന് പറയുന്നത്. ബെറ്റർ പെർഫോമൻസ് ഔട്ട്പുട്ടിലേക്കും ഔട്ട്പുട്ട് വഴി എന്താണ് ബെറ്റർ റിവാർഡ്സും കിട്ടുന്നു. അതിനെയാണ് ബാലൻസ് എന്ന് പറയുന്നത്. എക്സ്പെക്ടൻസിയും ഇൻസ്ട്രുമെന്റാലിറ്റിയും ബാലൻസിയും ചേർന്നതാണ്, അതിന്റെ ഒരു കോമ്പിനേഷൻ ആണ് മോട്ടിവേഷൻ എന്നാണ് എക്സ്പെക്ടൻസി തിയറിയിൽ ബ്രൂംസ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് മോട്ടിവേഷണൽ തിയറി ഇക്വിറ്റി തിയറി ഓഫ് മോട്ടിവേഷൻ ആണ്. ഡെവലപ്പ് ചെയ്തത് ജെ സ്റ്റേസി ആദം ആണ്. ഈ തിയറി പറയുന്നത് എല്ലാ ഇൻഡിവിജ്വൽസിനെ എന്ത് ചെയ്യണം, ഫെയർലിയും ഈക്വലി ട്രീറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു ദിസ് തിയറി, ഇക്വിറ്റി ഈസ് ദ പെർസെപ്ഷൻ ഓഫ് എംപ്ലോയീസ് ദാറ്റ് വി ആർ ട്രീറ്റഡ് ഈക്വലി as compared to others, and inequity is perception of employees that are treated unfairly as compared to other. അതായത് ഈക്വലി തന്നെ എന്ത് ചെയ്യണം, ഇൻഡിവിജ്വൽസിനെ ട്രീറ്റ് ചെയ്യണം. ഇന്നിക്വിറ്റി എന്താണ്, ഇന്നിക്വിറ്റി എന്തില്ല, പാടില്ല. ഇന്നിക്വിറ്റി വന്നു കഴിഞ്ഞാൽ എന്താവും, അതൊരു അൺഫെയർ പ്രാക്ടീസ് ആവും. അതെന്ത് ചെയ്യും, ഇൻഡിവിജ്വൽസിനെ ഡിമോട്ടിവേറ്റ് ചെയ്യും എന്നാണ് ഇക്വിറ്റി തിയറിയിൽ പറയുന്നത്. മോട്ടിവേഷണൽ തിയറിയിൽ പ്രോസസ് തിയറിയിൽ വരുന്ന മറ്റൊരു തിയറിയാണ് ഗോൾ സെറ്റിംഗ് തിയറി ഓഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഈ തിയറി ഡെവലപ്പ് ചെയ്തത് എഡ്വിൻ ലോക്ക് ആണ് ഇൻ ദി ഇയർ 1960. ഈ തിയറിയിൽ പറയുന്നത് ഒരു ഓർഗനൈസേഷനിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു ടാസ്ക് പെർഫോമൻസിന് വേണ്ടി അല്ലെങ്കിൽ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്യണം എന്നാണ്. ആ ഗോൾ സെറ്റ് ചെയ്യുന്നത് വഴി ടാസ്ക് പെർഫോമൻസ് എൻഹാൻസ് ചെയ്യാനും എംപ്ലോയീസിനെ അല്ലെങ്കിൽ വർക്കേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യാനും സാധിക്കും എന്നാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്. ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് സ്പെസിഫിക് ആൻഡ് ചലഞ്ചിങ് ഗോൾസ് അലോങ് വിത്ത് അപ്രോപ്രിയേറ്റ് ഫീഡ്ബാക്ക് കോൺട്രിബ്യൂട്ട് ടു ഹയർ ആൻഡ് ബെറ്റർ ടാസ്ക് പെർഫോമൻസ്. അതായത് ഒരു ചലഞ്ചിങ് അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്യുന്നത് വഴി അതുപോലെ തന്നെ അത് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഫീഡ്ബാക്ക് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യാൻ സാധിക്കും എന്നാണ് ഈ ഒരു തിയറി പറയുന്നത്. ഇതിൽ നിന്ന് തന്നെ ഗോൾ സെറ്റിംഗ് തിയറിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാകും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്പെസിഫിക് ആൻഡ് ക്ലിയർ ഗോൾസ് ആയിരിക്കണം. നെക്സ്റ്റ് റിയലിസ്റ്റിക് ആൻഡ് ചലഞ്ചിങ് ഗോൾസ് ആയിരിക്കണം. ആൻഡ് തേർഡ് വൺ ഈസ് അപ്രോപ്രിയേറ്റ് ഫീഡ്ബാക്ക്. ഈ മൂന്ന് ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ ഒരു ഓർഗനൈസേഷനിൽ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യാനും എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാനും സാധിക്കും എന്നാണ് ഗോൾ സെറ്റിംഗ് തിയറി വഴി എഡ്വിൻ ലോക്ക് പറയുന്നത്. നെക്സ്റ്റ് മോട്ടിവേഷണൽ തിയറിയാണ് റീഇൻഫോഴ്സ്മെന്റ് തിയറി ഓഫ് മോട്ടിവേഷൻ. റീഇൻഫോഴ്സ്മെന്റ് തിയറി ഡെവലപ്പ് ചെയ്തത് BF സ്കിന്നർ ആണ്. അദ്ദേഹം പറയുന്നത് ഇൻഡിവിജ്വൽസിന്റെ ബിഹേവിയർ വിത്ത് പോസിറ്റീവ് കോൺസിക്വൻസസ് ആണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, അത് റിപ്പീറ്റ് ചെയ്യണം. ഇൻഡിവിജ്വൽസിന്റെ ബിഹേവിയർ നെഗറ്റീവ് കോൺസിക്വൻസസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അതെന്ത് ചെയ്യാൻ പാടില്ല, അത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ തിയറി ബേസ് ചെയ്യുന്നത് ലോ ഓഫ് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു തിയറിയെ ബേസ് ചെയ്തിട്ടാണ്. അതാണ് പറയുന്നത് ഇൻഡിവിജ്വൽ ബിഹേവിയർ വിത്ത് പോസിറ്റീവ് കോൺസിക്വൻസസ് tends to be repeated and with negative consequences tends not to be repeated. The manager use the following method for controlling the behavior of the employees. Employees ന്റെ behavior എന്താണ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജർ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് റെസ്പോൺസ് ആണ്. പോസിറ്റീവ് റെസ്പോൺസ് ആൻഡ് ഇൻഡിവിജ്വൽ ഷോസ് പോസിറ്റീവ് ആൻഡ് റിക്വയർഡ് ബിഹേവിയർ. പോസിറ്റീവ് ബിഹേവിയർ കാണിക്കുമ്പോൾ കൊടുക്കുന്ന ഒരു പോസിറ്റീവ് റെസ്പോൺസിനെയാണ് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഇമ്മീഡിയറ്റ്ലി പ്രൈസിങ് ആൻ എംപ്ലോയി ഫോർ കമ്മിങ് ഏർലി ഫോർ ജോബ്. അപ്പം ജോബിന് നേരത്തെ എത്തിയതിന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്താണ് ഇമ്മീഡിയറ്റ്ലി അദ്ദേഹത്തെ പുകഴ്ത്തി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതൊരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുമ്പം implies rewarding an employee by removing negative or undesirable consequences. Undesirable അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള കോൺസിക്വൻസസ് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, എംപ്ലോയീസിന് റിവാർഡിങ് ചെയ്യുന്നതിനെയാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് പണിഷ്മെന്റ് ആണ്. പണിഷ്മെന്റിൽ അൺഡിസൈറബിൾ ബിഹേവിയർ വഴി അൺഡിസൈറബിൾ കോൺസിക്വൻസസ് ഉണ്ടായാൽ എന്ത് ചെയ്യണം, പണിഷ് ചെയ്യണം. നെക്സ്റ്റ് എക്സ്റ്റിങ്ഷൻ ആണ്. എക്സ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞാൽ ആബ്സെൻസ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, ശക്തിപ്പെടുത്തുക, എംപ്ലോയീസിനെ ശക്തിപ്പെടുത്തുക എന്നുള്ള മീനിങ് ആണ് റീഇൻഫോഴ്സ്മെന്റിനുള്ളത്. ഇപ്പം എംപ്ലോയീസ് ഒരു ഓർഗനൈസേഷനിൽ നല്ല വർക്ക് ചെയ്താലും എന്ത് ചെയ്യുന്നില്ല, അവരെ ഒന്നും പ്രൈസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അവരെ ഒന്നും പ്രശംസിക്കുന്നില്ല. അപ്പോൾ അതെന്ത് ചെയ്യും, എംപ്ലോയീസിൽ ഒരു ഡിമോട്ടിവേഷൻ എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം.
അപ്പം എക്സ്റ്റിങ്ഷൻ മേ ബി അൺഇൻറ്റൻഷനലി ലോവർ ഡിസൈറബിൾ ബിഹേവിയർ. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് എന്താണ് ഒരു അൺഇൻറ്റൻഷനലി ആണെങ്കിലും ഒരു ലോവർ ഡിസൈറബിൾ ബിഹേവിയർ എന്ത് ചെയ്യും എംപ്ലോയീസ് കാണിക്കും. അതാണ് എക്സ്റ്റിങ്ഷനിൽ പറയുന്നത്. നെക്സ്റ്റ് മോട്ടിവേഷണൽ തിയറി ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് അപ്രോച്ച്. ഇറ്റ്സ് എ ട്രഡീഷണൽ മോട്ടിവേഷണൽ തിയറി ആണ്. ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് റീഇൻഫോഴ്സ്മെന്റ്. ദിസ് തിയറി ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഓൾഡ് സ്റ്റോറി ഓഫ് എ ഡോങ്കി. ഒരു ഓൾഡ് സ്റ്റോറി ഓഫ് എ ഡോങ്കിയിൽ നിന്നിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ തിയറി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ നിന്ന് തന്നെ മനസ്സിലാകും. ഒരു കഴുത മുന്നോട്ട് ചലിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് യജമാനൻ എന്ത് ചെയ്യുന്നു ഒരു ക്യാരറ്റ് കാണിക്കുന്നു. ചലിക്കുന്നില്ല എങ്കിൽ എന്ത് ചെയ്യും സ്റ്റിക്ക് ഉപയോഗിച്ച് എന്ത് ചെയ്യും മർദ്ദിക്കും. അപ്പം കഴുത എന്ത് ചെയ്യും മുന്നോട്ട് പോകും. അപ്പൊ മുന്നോട്ട് പോകാൻ തന്നെ രണ്ട് രീതികളുണ്ട്. ഒന്ന് ക്യാരറ്റ് ഉപയോഗിച്ച് മുന്നോട്ട് നയിക്കാം, ഇല്ലെങ്കിൽ സ്റ്റിക്ക് ഉപയോഗിക്കാം. അപ്പൊ മാനേജ്മെന്റിൽ ഈ തിയറി പറയുന്നത് ക്യാരറ്റ് എന്ന് പറയുന്നത് ഇൻസെന്റീവ്സ്, ബെറ്റർ ഇൻസെന്റീവ്സ് കൊടുത്ത് എന്ത് ചെയ്യാം സബോർഡിനേറ്റ്സിന് അല്ലെങ്കിൽ എംപ്ലോയീസിന് എന്ത് ചെയ്യാം അവരുടെ ബെറ്റർ പെർഫോമൻസ് എൻഷുർ ചെയ്യാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം സ്റ്റിക്ക് എന്നുള്ള ഇവിടെ എന്താണ് ഓർഗനൈസേഷൻ വരുമ്പോൾ പെനാൽറ്റീസ് കൊടുത്തിട്ടായാലും എന്ത് ചെയ്യാം അവരുടെ വർക്ക് എന്ത് ചെയ്യാം ഇംപ്രൂവ് ചെയ്യാം. ഇതാണ് ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് അപ്രോച്ചിൽ പറയുന്നത്. നെക്സ്റ്റ് മോട്ടിവേഷണൽ തിയറി മെക്ഗ്രിഗറിന്റെ തിയറി ഓഫ് എക്സ് ആൻഡ് വൈ ആണ്. ഡൗഗ്ലസ് മെക്ഗ്രിഗർ ആണ് ഈ തിയറി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഈ തിയറിയിൽ പറയുന്നത് ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനെ രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കുന്നു, തിയറി എക്സ് ആൻഡ് തിയറി വൈ. തിയറി എക്സിൽ പറയുന്നത് തിയറി എക്സ് മാനേജേഴ്സ് ടെൻഡ് ടു ടേക്ക് എ pessimistic view of their people and assume that they are naturally unmotivated and dislike to work. ഇതിൽ പറയുന്നത് ഒരു പെസിമിസ്റ്റിക് വ്യൂ ആണ്. എംപ്ലോയീസിനൊക്കെ ഒരു പെസിമിസ്റ്റിക് വ്യൂ ആണ് ഉള്ളത്. പെസിമിസ്റ്റിക് വ്യൂ എന്ന് വെച്ചാൽ ശുഭാപ്തി വിശ്വാസം ഇല്ലായ്മ, അവർക്കൊരു ശുഭപ്രതീക്ഷയില്ല. അപ്പം അവരെന്താണ് അൺമോട്ടിവേറ്റഡ് ആണ്, അവർ വർക്ക് ചെയ്യാൻ എന്താണ് ഇഷ്ടപ്പെടുന്നില്ല, ഡിസ്ലൈക്ക് ടു വർക്ക് ആണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു എംപ്ലോയീസിനെ എന്ത് ചെയ്യണം ബെറ്റർ ടീം വർക്കിലൂടെയും അല്ലെങ്കിൽ റിവാർഡ്സിലൂടെ അല്ലെങ്കിൽ പണിഷ്മെന്റിലൂടെയൊക്കെ എന്ത് ചെയ്യണം മോട്ടിവേറ്റ് ചെയ്യണം എന്നാണ് മെക്ഗ്രിഗർ പറഞ്ഞിരിക്കുന്നത്. തിയറി വൈയിൽ വരുന്ന എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ അവർ ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കും, അവർ എനർജറ്റിക് ആയിരിക്കും, പോസിറ്റീവ് ഒപ്പീനിയൻ ഉള്ളവരാണ്, അവർ വർക്ക് ചെയ്യാൻ എന്താണ് ഒരുപാട് താല്പര്യപ്പെടുന്നവരാണ്. ആ ഒരു കാറ്റഗറീസ് ഓഫ് എംപ്ലോയീസ് ആണ് എന്ത് ചെയ്യുന്നത് തിയറി വൈയിൽ വരുന്നത്. അപ്പം ഈ പറയുന്ന തിയറി വൈയിൽ എന്ത് ചെയ്യണം ഡീസെൻട്രലൈസേഷനും പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ് സ്റ്റൈൽസും ഒക്കെ യൂസ് ചെയ്ത് എന്ത് ചെയ്യണം എംപ്ലോയീസിനെ കൂടുതൽ എന്ത് ചെയ്യണം മോട്ടിവേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പൊ തിയറി എക്സിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ലീഡർഷിപ്പ് സ്റ്റൈൽ ഏതായിരിക്കും ഓട്ടോക്രാറ്റിക് ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ അവിടെ എന്താണ് എംപ്ലോയീസ് ഡിസ്ലൈക്ക് ടു വർക്ക് ആണ്. തിയറി വൈയിൽ എന്താണ് പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ് സ്റ്റൈൽ ആയിരിക്കും എന്ത് ചെയ്യുന്നത് ബെറ്റർ മാനേജ്മെന്റ് അല്ലെങ്കിൽ ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത്. തിയറി എക്സിൽ വരുന്ന എംപ്ലോയീസ് എന്താണ് എംപ്ലോയീസ് ഡിസ്ലൈക്ക് ടു വർക്ക് ആണ്, ലേസി ആണ്, ഡിസ്ലൈക്ക് റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പൊ അവർ എന്ത് ചെയ്യണം അവരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യണം ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യണം, അവരെ പണിഷ്മെന്റോ റിവാർഡ്സോ കൊടുത്തിട്ട് അവരെന്ത് ചെയ്യണം ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യണം. തിയറി വൈയിൽ പറയുന്നത് എന്താണ് എംപ്ലോയീസ് ലൈക്ക് ടു വർക്ക് ആണ്, ക്രിയേറ്റീവ് ആണ്, സീക്ക് റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പൊ അതാണ് തിയറി വൈയിൽ വരുന്നത്. നെക്സ്റ്റ് ഔച്ചീസ് തിയറി ഓഫ് ഇസഡ് ഡെവലപ്പ് ചെയ്തത് വില്യം ഔച്ചി ആണ്. ഇസഡ് തിയറി പറയുന്നത് ഇപ്പോൾ ലാർജ് ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഹ്യൂമൻ സിസ്റ്റത്തിന്റെ എഫക്റ്റീവ്നെസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ക്വാളിറ്റി ഓഫ് ഹ്യൂമാനിസം യൂസ് ചെയ്യുന്നതിന്റെ ബേസിസിലാണ്. അത് ബേസ് ചെയ്തൊരു ഓർഗനൈസേഷനിൽ 3 ഫീച്ചേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഒന്നാമത്തത് മ്യൂച്വൽ ട്രസ്റ്റ്, അതായത് ട്രസ്റ്റ് ബിറ്റ്വീൻ മെമ്പേഴ്സ് ഇൻ ആൻ ഓർഗനൈസേഷൻ. അതെന്ത് ചെയ്യും കോൺഫ്ലിക്റ്റ് കുറയ്ക്കും, അതുവഴി തന്നെ എന്ത് ചെയ്യും ബെറ്റർ ടീം വർക്ക് ക്രിയേറ്റ് ചെയ്യും, അതുവഴി എന്ത് ചെയ്യും എംപ്ലോയീസിന് എന്ത് ചെയ്യും മോട്ടിവേറ്റഡ് ആകും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സബ്റ്റലിറ്റി ആണ്. സബ്റ്റലിറ്റി എന്ന് പറയുന്നത് സെൻസിറ്റിവിറ്റി ടുവേർഡ്സ് അതേഴ്സ് ആൻഡ് ഈൽഡ് ഹയർ പ്രൊഡക്ടിവിറ്റി. മറ്റുള്ളവരുമായിട്ടുള്ളൊരു എന്താണ് ഒരു സബ്റ്റലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷ്മത എന്നാണ് മീനിങ്. അതുവഴി ഒരു ഹയർ ആയിട്ടുള്ള ഈൽഡ് അല്ലെങ്കിൽ ഹയർ പ്രൊഡക്ടിവിറ്റി ആണ് അതിൽ പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇന്റിമസി ആണ്. ഇന്റിമസി കൺസേൺ സപ്പോർട്ട് ആൻഡ് ഡിസിപ്ലിൻ ആൻഡ് അൺസെൽഫിഷ്നെസ്. അതായത് സെൽഫിഷ് ആവാൻ പാടില്ല, അതുപോലെ തന്നെ എന്താണ് ഡിസിപ്ലിൻഡ് ആയിരിക്കണം. ഇതാണ് ഇന്റിമസിയിൽ പറയുന്നത്. അപ്പം ഇസഡ് തിയറി ഡെവലപ്പ് ചെയ്തത് വില്യം ഔച്ചി ആണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു മോട്ടിവേഷണൽ മോഡൽ ആണ്, പോർട്ടർ ആൻഡ് ലോവലർ മോഡൽ ഓഫ് മോട്ടിവേഷൻ.
ഈ മോഡൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഒരു അസംഷൻ ബേസ് ചെയ്തിട്ടാണ്. അസംഷൻ എന്ന് പറയുന്നത് റിവാർഡ് കോസ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ദാറ്റ് സംടൈംസ് പെർഫോമൻസ് പ്രൊഡ്യൂസ് റിവാർഡ്. അതെന്താ നമുക്ക് ഈ ഡയഗ്രാം വെച്ച് നോക്കാം. പെർഫോമൻസ് എന്ന് പറയുന്നത് എന്താണ് അക്കംപ്ലിഷ് ചെയ്യുന്നത്, അതാണ് പെർഫോമൻസ് എന്ന് പറയുന്നത്. പെർഫോമൻസ് എന്ത് ചെയ്യുന്നുണ്ട്, റിവാർഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ബെറ്റർ പെർഫോമൻസ് ആണെങ്കിൽ റിവാർഡ്സ് ക്രിയേറ്റ് ചെയ്യും. ആ റിവാർഡ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, ഇൻട്രിൻസിക് റിവാർഡ്സ് ആവാം അല്ലെങ്കിൽ എക്സ്ട്രിൻസിക് റിവാർഡ്സ് ആവാം. ഇൻട്രിൻസിക് റിവാർഡ് എന്ന് പറയുന്നത് എന്താണ്, പേഴ്സണൽ അച്ചീവ്മെന്റ്സ് ആവാം, പ്രൊഫഷണൽ ഗ്രോത്ത് ആവാം, സെൻസ് ഓഫ് പ്ലഷർ ആവാം, അക്കംപ്ലിഷ്മെന്റ് ആവാം, എന്തെങ്കിലും സന്തോഷം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നതാണ് ഇൻട്രിൻസിക് റിവാർഡ് അല്ലെങ്കിൽ ഇൻട്രിൻസിക് പ്ലഷർ എന്നൊക്കെ പറയുന്നത്. എക്സ്ട്രിൻസിക് റിവാർഡ് എന്ന് പറയുന്നത് എന്താണ്, ഇത് ടാഞ്ചിബിൾ റിവാർഡ് ആണ്. മാനേജർ അല്ലെങ്കിൽ സൂപ്പർവൈസർ എംപ്ലോയി ഇൻഡിവിജ്വൽസിന് കൊടുക്കുന്ന ടാഞ്ചിബിൾ റിവാർഡാണ് എക്സ്ട്രിൻസിക് റിവാർഡ്. അപ്പൊ പെർഫോമൻസ് ബെറ്റർ ആണെങ്കിൽ എന്ത് ചെയ്യും, അത് റിവാർഡ്സ് ക്രിയേറ്റ് ചെയ്യും. ആ റിവാർഡ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇൻഡിവിജ്വൽസിന് സാറ്റിസ്ഫാക്ഷൻ ക്രിയേറ്റ് ചെയ്യും. അതാണ് എന്തെന്ന് പറയുന്നത്, പോർട്ടർ ആൻഡ് ലോവ്ലർ മോഡൽ ഓഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഡിഫറെന്റ് മോട്ടിവേഷണൽ മോഡൽസും മോട്ടിവേഷണൽ തിയറീസും. ഇതിൽ നിങ്ങൾ കൂടുതലായിട്ടും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കേണ്ടത് ഈ തിയറിയിലൊക്കെ ഡീപ്പായിട്ട് എന്താണെന്ന് മനസ്സിലാക്കണം. എങ്കിലും ആരാണ് ഈ തിയറി ഡെവലപ്പ് ചെയ്തത്, ഈ തിയറിയിൽ വരുന്ന മെയിൻ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അത് അറിഞ്ഞിരുന്നാൽ മതി. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് എക്സാമിന്. ലീഡർഷിപ്പ്. ലീഡർഷിപ്പ് ഈസ് ദ തേർഡ് എലമെന്റ് ഓഫ് ഡയറക്റ്റിംഗ് ഫംഗ്ഷൻ. ഒരു ഓർഗനൈസേഷന്റെ മാനേജറിയൽ ഫംഗ്ഷനിലെ പേഴ്സണലൈസ്ഡ് ആസ്പെക്ട് ആണ് ലീഡർഷിപ്പ്. ലീഡർഷിപ്പ് വഴി ചെയ്യുന്ന ഒരു ഓർഗനൈസേഷന്റെ ഗോൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എംപ്ലോയേഴ്സിനെ എന്ത് ചെയ്യുക, ഇൻസ്പയർ ചെയ്യുക അല്ലെങ്കിൽ എൻകറേജ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ്. അക്കോർഡിംഗ് ടു കൂൺസ് ആൻഡ് ഓ'ഡonnell, ഇറ്റ്സ് ഡിഫൈൻഡ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്, ദ എബിലിറ്റി ഓഫ് എ മാനേജർ ടു ഇൻഡ്യൂസ് ദ സബോർഡിനേറ്റ്സ് ടു വർക്ക് വിത്ത് കോൺഫിഡൻസ് ആൻഡ് സീൽ. അതായത് ഒരു ഓർഗനൈസേഷനിലെ സബോർഡിനേറ്റ്സിനെ കോൺഫിഡന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ ഇൻഡ്യൂസ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മാനേജറിന്റെ എബിലിറ്റി ആണ് ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ലീഡർഷിപ്പ് സ്റ്റൈൽസ് പ്രധാനമായും 3 തരത്തിലുണ്ട്, ഓട്ടോക്രാറ്റിക്, ഡെമോക്രാറ്റിക്, ഫ്രീ റെയിൻ. ഓട്ടോക്രാറ്റിക് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് സബോർഡിനേറ്റിന്റെ മുകളിൽ ഓട്ടോക്രാറ്റിക് ലീഡറിന് എന്തുണ്ട്, കംപ്ലീറ്റ് കൺട്രോൾ ഉണ്ടായിരിക്കും, ഒരു സെൻട്രലൈസ്ഡ് പവർ ആയിരിക്കും. അപ്പൊ റൂൾസും പോളിസീസ് അല്ലെങ്കിൽ ഓർഡേഴ്സ് ഒക്കെ ഇഷ്യൂ ചെയ്യുന്നത് ഓട്ടോക്രാറ്റിക് ലീഡർ ആയിരിക്കും. അതെന്ത് ചെയ്യണം, സബോർഡിനേറ്റ് ഒബേ ചെയ്യണം. നെക്സ്റ്റ് ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റീവ് ലീഡർഷിപ്പ് എന്ന് പറയുന്ന ഒരു കൺസൾട്ടേറ്റീവ് അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് ലീഡർ ആണ്. ടേക്ക് ഡിസിഷൻ ഇൻ കൺസൾട്ടേഷൻ ആൻഡ് പാർട്ടിസിപ്പേഷൻ വിത്ത് സബോർഡിനേറ്റ്. സബോർഡിനേറ്റിന്റെ പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ കൺസൾട്ടേഷന് ശേഷമായിരിക്കും ഒരു ഡെമോക്രാറ്റിക് ലീഡർ എന്ത് ചെയ്യുന്നത്, ഡിസിഷൻസ് എടുക്കുന്നത്. നെക്സ്റ്റ് ഫ്രീ റെയിൻ അല്ലെങ്കിൽ ലേസിയസ് ഫെയർ ലീഡർഷിപ്പ്. ഫ്രീ റെയിൻ ലീഡർഷിപ്പ് എന്താണ് പറയുന്നത്, ഇറ്റ്സ് എ കംപ്ലീറ്റ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, കംപ്ലീറ്റ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ആണ് ഫ്രീ റെയിൻ ലീഡർഷിപ്പിൽ വരുന്നത്. സോ സബോർഡിനേറ്റ്സ് themselves take decision. സബോർഡിനേറ്റ് എന്തുണ്ട്, ഡിസിഷൻ എടുക്കാനുള്ള ഒരു ഫ്രീഡം ഫ്രീ റെയിൻ ലീഡർഷിപ്പിൽ നൽകുന്നുണ്ട്. ലീഡർഷിപ്പ് തിയറീസ്. ഡിഫറെന്റ് ലീഡർഷിപ്പ് തിയറീസ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, കാരിസ്മാറ്റിക് ലീഡർഷിപ്പ് തിയറി. കാരിസ്മാറ്റിക് ലീഡർഷിപ്പ് തിയറി ഡെവലപ്പ് ചെയ്തത് മാക്സ് വെബർ ആണ്. ഇതിനെ ഗ്രേറ്റ് മാൻ തിയറി എന്നും അറിയപ്പെടും. കാരിസ്മ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡ് ആണ്. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഗിഫ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ തിയറി പറയുന്നത് ലീഡേഴ്സ് ആർ ബോർൺ നോട്ട് മെയ്ഡ്. ദ ഗ്രേറ്റ് മാൻ തിയറി ഓഫ് ലീഡർഷിപ്പ് സ്റ്റേറ്റ് ദാറ്റ് ദ എക്സലന്റ് ലീഡേഴ്സ് ആർ ബോർൺ നോട്ട് മേഡ്. നെക്സ്റ്റ്, ട്രേറ്റ് തിയറി. ട്രേറ്റ് തിയറിയിൽ ട്രേറ്റ് മീൻസ് ക്വാളിറ്റി എന്നാണ്. അക്കോർഡിംഗ് ടു ദിസ് തിയറി ഓൾ ലീഡേഴ്സ് ആർ നോട്ട് ബോൺ, സം ക്വാളിറ്റീസ് ആർ ഏണിംഗ് അല്ലെങ്കിൽ ഡെവലപ്ഡ് ത്രൂ ലേണിംഗ് ആൻഡ് എക്സ്പീരിയൻസ്. ലേണിംഗ് ആൻഡ് എക്സ്പീരിയൻസിലൂടെ സം ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നാണ് ട്രേറ്റ് തിയറി പറയുന്നത്. പക്ഷെ കരിസ്മാറ്റിക് തിയറി പറയുന്നത് എന്താണ്, ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല, അതെന്താണ്, ഒരു ഇൻബോൺ ടാലന്റ് ആണെന്നാണ് കരിസ്മാറ്റിക് ലീഡർഷിപ്പ് തിയറിയിൽ പറയുന്നത്. നെക്സ്റ്റ് തിയറി ബിഹേവിയറൽ തിയറിയാണ്. ബിഹേവിയറൽ തിയറിയിൽ പറയുന്നത് ഒരു പേഴ്സണെ ഗുഡ് ലീഡർ ആണോ അല്ലയോ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആക്ടിൽ നിന്നാണ് അല്ലെങ്കിൽ ബിഹേവിയറിൽ നിന്നാണ്, നോട്ട് ബേസ്ഡ് ഓൺ ട്രേറ്റ്സ് ഓർ ക്വാളിറ്റി. ഒരു ഓർഗനൈസേഷനിൽ ഒരു പേഴ്സൺ ടാസ്ക് ഓറിയന്റഡ് ഫംഗ്ഷൻസും റിലേഷൻഷിപ്പ് ഓറിയന്റഡ് ഫംഗ്ഷൻസും ഒരുപോലെ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ എന്തെന്ന് പറയാം, ഒരു എഫക്റ്റീവ് ലീഡർ എന്ന് പറയാം എന്നാണ് ബിഹേവിയറൽ തിയറി പറയുന്നത്. നെക്സ്റ്റ്, ട്രാൻസാക്ഷണൽ തിയറി ഓഫ് മാനേജ്മെന്റ് തിയറിയാണ്. ട്രാൻസാക്ഷണൽ തിയറി ഓഫ് ലീഡർഷിപ്പിനെ മാനേജ്മെന്റ് തിയറി എന്നും അറിയപ്പെടുന്നു. ഇത് സ്റ്റഡി ചെയ്യുന്ന ലീഡർഷിപ്പ് ആസ് എ സിസ്റ്റം ഓഫ് റിവാർഡ് ആൻഡ് പെനാൽറ്റി. റിവാർഡും പെനാൽറ്റിയും നൽകുന്ന ഒരു സിസ്റ്റമിനാണ് ലീഡർഷിപ്പ് എന്നാണ് ട്രാൻസാക്ഷണൽ തിയറിയിൽ പറയുന്നത്. നെക്സ്റ്റ്, ട്രാൻസ്ഫോർമേഷണൽ തിയറി ഓഫ് ലീഡർഷിപ്പ്. ട്രാൻസ്ഫോർമേഷണൽ തിയറി ഓഫ് ലീഡർഷിപ്പിനെ റിലേഷൻഷിപ്പ് തിയറി പറയും. ഇറ്റ് സ്റ്റഡി ദ എഫക്റ്റീവ് ലീഡർഷിപ്പ് ആസ് ദ റിസൾട്ട് ഓഫ് എ പോസിറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലീഡർ ആൻഡ് ടീം മെമ്പേഴ്സ്.
ലാസ്റ്റ് തിയറി ഓഫ് ലീഡർഷിപ്പ് ആണ് സിറ്റുവേഷണൽ തിയറി ഓഫ് ലീഡർഷിപ്പ്. സിറ്റുവേഷണൽ തിയറി ഓഫ് ലീഡർഷിപ്പിൽ പറയുന്നത് ഒരു ബെസ്റ്റ് ലീഡർ അല്ലെങ്കിൽ ഒരു ഗുഡ് ലീഡർ എന്ന് പറയുന്നത് സിറ്റുവേഷൻ അനുസരിച്ച് റിയാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സിറ്റുവേഷൻ അനുസരിച്ച് സ്വന്തമായ ഒരു സ്റ്റൈൽ അഡാപ്റ്റ് ചെയ്യുന്ന പേഴ്സണെയാണ് ഗുഡ് ലീഡർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലീഡർഷിപ്പ് സ്റ്റൈൽസ്. ലീഡർഷിപ്പ് സ്റ്റൈൽസ് നമുക്ക് ഫസ്റ്റ് ലിക്കേർട്ട് 4 സിസ്റ്റം ഓഫ് മാനേജ്മെന്റ് എന്താണെന്ന് നോക്കാം. റെൻസിസ് ലിക്കേർട്ട് ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. 4 സിസ്റ്റം ഓഫ് മാനേജ്മെന്റ്, 4 സ്റ്റൈൽസ് ഓഫ് മാനേജ്മെന്റ്. ഫസ്റ്റ് വൺ എക്സ്പ്ലോയിറ്റേറ്റീവ് അതോറിറ്റേറ്റീവ്. എക്സ്പ്ലോയിറ്റേറ്റീവ് അതോറിറ്റേറ്റീവിൽ പറയുന്നത് ലീഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹൈലി ഓട്ടോക്രാറ്റിക് ആയിരിക്കും. They have no trust to his or her subordinate. Next one benevolent അതോറിറ്റേറ്റീവ്. ബെനവലന്റ് അതോറിറ്റേറ്റീവിൽ പറയുന്നത് എന്തായിരിക്കും? ഫുൾ ട്രസ്റ്റും കോൺഫിഡൻസും ആരിൽ കാണും? സബോർഡിനേറ്റിൽ കാണും ഈ ലീഡേഴ്സിന്. ലിക്കേർട്ട് മാനേജ്മെന്റ് സിസ്റ്റത്തിലെ മൂന്നാമത്തെ ലീഡർഷിപ്പ് സ്റ്റൈലാണ് കൺസൾട്ടേറ്റീവ് മാനേജർ എന്ന് പറയുന്നത്. ഇതിൽ കൺസൾട്ടേറ്റീവ് മാനേജറിൽ പറയുന്നത് സബോർഡിനേറ്റിന് മേൽ ഫുൾ കോൺഫിഡൻസും ട്രസ്റ്റും ആർക്കും ഉണ്ടായിരിക്കില്ല, മാനേജ്മെന്റ് അല്ലെങ്കിൽ ലീഡേഴ്സിന് ഉണ്ടായിരിക്കണം എന്നില്ല. പക്ഷേ they make use of ideas and opinion of subordinate. സബോർഡിനേറ്റിന്റെ ഒപ്പീനിയൻസും ഐഡിയാസും എന്ത് ചെയ്യും? കൺസിഡർ ചെയ്യും. ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യും. നെക്സ്റ്റ് പാർട്ടിസിപ്പേറ്റീവ് ഗ്രൂപ്പ്. പാർട്ടിസിപ്പേറ്റീവ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് മാനേജർ ഹാവ് എ കംപ്ലീറ്റ് കോൺഫിഡൻസ് ആൻഡ് ഫുൾ ട്രസ്റ്റ് ഇൻ സബോർഡിനേറ്റ് ഓൺ ഓൾ മാറ്റേഴ്സ് ഓഫ് ഓർഗനൈസേഷൻ. ദേ ഓൾവേസ് ഗെറ്റ് ഐഡിയാസ് ഫ്രം സബോർഡിനേറ്റ് ആൻഡ് യൂസ് ദം കൺസ്ട്രക്റ്റീവ്ലി. അവരുടെ സബോർഡിനേറ്റിന് മേൽ ഫുൾ കോൺഫിഡൻസും കാണും, അതുപോലെ തന്നെ എന്ത് ചെയ്യും? അവരുടെ ഐഡിയാസ് യൂസ് ചെയ്യും. ഇത്രയുമാണ് ലിക്കേർട്ടിന്റെ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ വരുന്ന 4 ലീഡർഷിപ്പ് സ്റ്റൈൽസ്. നെക്സ്റ്റ് ലീഡർഷിപ്പ് സ്റ്റൈൽ ആണ് മാനേജീരിയൽ ഗ്രിഡ് എന്ന് പറയുന്നത്. മാനേജീരിയൽ ഗ്രിഡ് ഡെവലപ്പ് ചെയ്തത് റോബർട്ട് ബ്ലേക്ക് ആൻഡ് ജെയിൻ മോണ്ടൻ ആണ് ഇൻ ദി ഇയർ 1964. മാനേജീരിയൽ ഗ്രിഡ് എന്ന് പറയുന്ന ഒരു മോഡൽ ഓഫ് ലീഡർഷിപ്പ് ആണ്. ഒരു 5 ലീഡർഷിപ്പ് സ്റ്റൈലിനെ ഇത് എന്ത് ചെയ്യുന്നു? എക്സ്പ്ലെയിൻ ചെയ്യുന്നു ബേസ്ഡ് ഓൺ ദി കൺസേൺ ഫോർ പീപ്പിൾ ആൻഡ് കൺസേൺ ഫോർ പ്രൊഡക്ഷൻ. The management grids identify various alternative combination of both styles of concern for people and concern for production. These combinations are put in horizontal and vertical dimensions of grid having scale of 1 to 9. X and Y axis ഉള്ള ഒരു ഗ്രിഡ് ആണ് എന്തെന്ന് പറയുന്നത്? ഈ 9x9 ഗ്രിഡ് അല്ലെങ്കിൽ ലീഡർഷിപ്പ് ഗ്രിഡ്, അതല്ലെങ്കിൽ മാനേജീരിയൽ ഗ്രിഡ് എന്ന് പറയുന്ന ലീഡർഷിപ്പ് സ്റ്റൈൽ. ഇതിൽ 5 ലീഡർഷിപ്പ് സ്റ്റൈൽസിനെ കുറിച്ച് പറയുന്നു ബേസ്ഡ് ഓൺ ദി കൺസേൺ ഫോർ പീപ്പിൾ ആൻഡ് കൺസേൺ ഫോർ ദി പ്രൊഡക്ഷൻ. ഹൊറിസോണ്ടൽ ആക്സിസിൽ കൺസേൺ ഫോർ പ്രൊഡക്ഷനും വെർട്ടിക്കൽ ആക്സിസിൽ കൺസേൺ ഫോർ പീപ്പിളുമാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഒരു ഓർഗനൈസേഷനിൽ ഹ്യൂമൻ എലമെന്റ്സിന് അല്ലെങ്കിൽ പീപ്പിളിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ വെർട്ടിക്കൽ ആക്സിസിൽ അത് 9നെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. കുറച്ച് മാത്രം അല്ലെങ്കിൽ ലോ ഇമ്പോർട്ടൻസ് ആണ് പീപ്പിളിന് കൊടുക്കുന്നതെങ്കിൽ അതെന്ത് ചെയ്യും? 1 എന്ന ഡിജിറ്റ് കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രൊഡക്ഷന് കൂടുതൽ കൺസേൺ കൊടുക്കുന്നുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ ആക്സിസിൽ 9നെയും ഹൊറിസോണ്ടൽ ആക്സിസിൽ പ്രൊഡക്ഷന് ലെസ് ഇമ്പോർട്ടൻസ് മാത്രമേ ഉള്ളെങ്കിൽ 1 കൊണ്ടും റെപ്രസെന്റ് ചെയ്യുന്നു. ഒരു ഓർഗനൈസേഷനിൽ അവിടെയുള്ള പീപ്പിളിനും അവിടെ പ്രൊഡക്ഷനും എന്താണ്? ലെസ് ഇമ്പോർട്ടൻസ് മാത്രമാണെന്നുണ്ടെങ്കിൽ ആ ഗ്രിഡിനെ അല്ലെങ്കിൽ ആ ലീഡർഷിപ്പ് സ്റ്റൈലിനെ 1x1 എന്ന് പറയാം. അതാണ് ഇംപവറിഷ്ഡ് മാനേജ്മെന്റ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ആ ഓർഗനൈസേഷനിൽ പീപ്പിളിന് ഹൈ ഇമ്പോർട്ടൻസ് ആണുള്ളത്, പക്ഷെ പ്രൊഡക്ഷന് ലെസ് ഇമ്പോർട്ടൻസ് ആണുള്ളെങ്കിൽ അതിനെ കൺട്രി ക്ലബ് ലീഡർഷിപ്പ് സ്റ്റൈൽ അല്ലെങ്കിൽ മാനേജ്മെന്റ് സ്റ്റൈൽ എന്ന് പറയും. ഒരു ഓർഗനൈസേഷനിൽ പ്രൊഡക്ഷന് ഹൈ ഇമ്പോർട്ടൻസ് ആണുള്ളത്, പക്ഷെ പീപ്പിളിന് ലെസ് ഇമ്പോർട്ടൻസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ ടാസ്ക് മാനേജ്മെന്റ് അല്ലെങ്കിൽ 9x1 മെട്രിക്സ് എന്ന് പറയില്ല, ഗ്രിഡ് എന്ന് പറയും. ഒരു ഓർഗനൈസേഷനിൽ പീപ്പിളിനും ഹൈ ഇമ്പോർട്ടൻസ് ആണുള്ളത്, പ്രൊഡക്ഷനും ഹൈ ഇമ്പോർട്ടൻസ് ആണുള്ളെങ്കിൽ ആ ലീഡർഷിപ്പ് സ്റ്റൈലിനെയാണ് 9x9 അല്ലെങ്കിൽ ടീം മാനേജ്മെന്റ് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലീഡർഷിപ്പ് മോഡലാണ് റെഡിൻ 3D ലീഡർഷിപ്പ് മോഡൽ എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ടും 2 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഈ മോഡൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ടാസ്ക് ഓറിയന്റേഷൻ, സെക്കൻഡ് വൺ ലീഡർഷിപ്പ്.
അതിന്റെ കൂടെ തന്നെ എഫക്റ്റീവ്നെസ് ഓഫ് മാനേജറും എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ എഫക്റ്റീവ്നെസ് ഓഫ് ലീഡറും മെഷർ ചെയ്യുന്നു. ടാസ്ക് ഓറിയന്റേഷൻ എന്ന് പറയുമ്പോൾ എന്തിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഔട്ട്പുട്ടിനായിരിക്കും ഇമ്പോർട്ടൻസ്. ലീഡർഷിപ്പ് ഓറിയന്റേഷൻ എന്ന് പറയുമ്പോൾ ഹ്യൂമൻ റിലേഷൻസിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. The basic 4 leadership style in Reddin's leadership model are: first one, related. Related എന്ന് പറയുന്നത് ടീം ബേസ്ഡ് അല്ലെങ്കിൽ കോർപ്പറേറ്റീവ് വർക്കിങ്ങിനെയാണ് റിലേറ്റഡ് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇന്റഗ്രേറ്റഡ്. ഇന്റഗ്രേറ്റഡ് മാനേജർ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ 2-way കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യണം. ഡെഡിക്കേറ്റഡ് മാനേജർ എന്ന് പറയുന്നത് എന്താണ്? അയാളുടെ ഫുൾ ഫോക്കസും പ്രൊഡക്ഷൻ പ്രോസസ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതായിരിക്കും. റെഡിന്റെ 3D ലീഡർഷിപ്പ് മോഡലിലെ ലാസ്റ്റ് ഫാക്ടർ ആണ് സെപ്പറേറ്റഡ് അല്ലെങ്കിൽ സെപ്പറേറ്റഡ് മാനേജർ എന്ന് പറയുന്നത്. അത് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നോംസ് അല്ലെങ്കിൽ റൂൾസ് പോളിസീസിലൊക്കെ എന്തെങ്കിലും ഡീവിയേഷൻ വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു സെപ്പറേറ്റഡ് മാനേജറിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ 3D ലീഡർഷിപ്പിൽ വരുന്ന രണ്ട് ആക്സിസ് എക്സ് ആൻഡ് വൈ ആക്സിസ്. എക്സ് എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ, വൈ എന്ന് പറയുന്ന വെർട്ടിക്കൽ ആക്സിസ്. ഹൊറിസോണ്ടൽ ആക്സിസിൽ വരുന്നത് ടാസ്ക് ഓറിയന്റേഷൻ ആണ്. ടാസ്കിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. വെർട്ടിക്കലിൽ വരുന്ന റിലേഷൻഷിപ്പ് ഓറിയന്റേഷൻ ആണ്. അത് ബേസ് ചെയ്തിട്ട് മാനേജ്മെന്റ് അല്ലെങ്കിൽ ലീഡർഷിപ്പ് സ്റ്റൈലിനെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു: സെപ്പറേറ്റഡ്, റിലേറ്റഡ്, ഡെഡിക്കേറ്റഡ് ആൻഡ് ഇന്റഗ്രേറ്റഡ്. ഈ തിയറീസിലൊക്കെ ഏതൊക്കെയാണ് ഡിഫറെന്റ് ലീഡർഷിപ്പ് സ്റ്റൈൽസ് എന്നാണ് നിങ്ങൾ കൂടുതലായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്, ആൻഡ് ആരാണ് ഡെവലപ്പ് ചെയ്തത്. നെക്സ്റ്റ് ലീഡർഷിപ്പ് മോഡൽ ഹെഴ്സെ ആൻഡ് ബ്ലഞ്ചാർഡിന്റെ സിറ്റുവേഷണൽ ലീഡർഷിപ്പ് മോഡൽ ആണ്. ഇതിൽ 4 ഫാക്ടർ പറയുന്നു: ടെല്ലിംഗ്, selling, participating and delegating. Telling: in this leadership style, the leader tell people what to do and how to do. Selling means sell their ideas and messages to get group members to buy into this process. ടെല്ലിംഗിൽ പറയുന്നത് എന്താണ്? ടെല്ലിംഗിൽ ലീഡർ എന്ത് ചെയ്യും? എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് സബോർഡിനേറ്റ് പറഞ്ഞു കൊടുക്കും. സെല്ലിംഗിൽ എന്ത് ചെയ്യും? പരസ്പരം ഐഡിയാസും മെസ്സേജസും ഷെയർ ചെയ്യും. പാർട്ടിസിപ്പേറ്റിംഗ് ലീഡർഷിപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത് the leaders offer less direction and allow members of group to take a more active role in coming up with the ideas and making decision. ഇവിടെ സബോർഡിനേറ്റ് കൂടുതൽ പാർട്ടിസിപ്പേഷൻ എന്ത് ചെയ്യാണ്? ഡിസിഷൻ മേക്കിംഗ് കൊടുക്കുകയാണ്. നെക്സ്റ്റ് ഡെലിഗേറ്റിംഗ്. ഡെലിഗേറ്റിംഗ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് മെമ്പേഴ്സ് ടെൻഡ് ടു മേക്ക് മോസ്റ്റ് ഓഫ് ദി ഡിസിഷൻസ് ആൻഡ് ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഫോർ വാട്ട് ഹാപ്പൻസ്. ഡെലിഗേറ്റിംഗ് അതോറിറ്റിയിൽ ചെയ്യുന്ന ഡെലിഗേറ്റിംഗ് ലീഡർഷിപ്പിൽ ചെയ്യുന്നത് ഗ്രൂപ്പ് മെമ്പേഴ്സിന് എന്ത് ചെയ്യുന്നു? അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ അവരുടെ ഫ്രീഡം ആണ് എന്ത് ഡിസിഷൻ എടുക്കണം എന്നുള്ളത്. ഇത്രയുമാണ് ഹെഴ്സെ ആൻഡ് ബ്ലഞ്ചാർഡിന്റെ സിറ്റുവേഷണൽ ലീഡർഷിപ്പ് മോഡൽസിൽ പറയുന്നത്. ഹെഴ്സെ ആൻഡ് ബ്ലഞ്ചാർഡിന്റെ സിറ്റുവേഷണൽ ലീഡർഷിപ്പ് തിയറിയിൽ ഹൊറിസോണ്ടൽ ആക്സിസിനകത്ത് ടാസ്ക് ബിഹേവിയറിനെ കുറിച്ചും വെർട്ടിക്കൽ ആക്സിസിൽ റിലേഷൻഷിപ്പ് ബിഹേവിയറിനെ കുറിച്ചുമാണ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതനുസരിച്ച് ലീഡർഷിപ്പ് സ്റ്റൈൽസിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു: പാർട്ടിസിപ്പേറ്റിംഗ് സ്റ്റൈൽ, സെല്ലിംഗ് സ്റ്റൈൽ, ഡെലിഗേറ്റിംഗ് സ്റ്റൈൽ ആൻഡ് ടെല്ലിംഗ് സ്റ്റൈൽ. കൺട്രോളിംഗ്. മാനേജ്മെന്റ് ഫംഗ്ഷൻസിലെ ലാസ്റ്റ് ഫംഗ്ഷൻ ആണ് കൺട്രോളിംഗ്. കൺട്രോളിംഗിൽ പറയുന്നത് ഒരു ഓർഗനൈസേഷന്റെ ആക്ച്വൽ പെർഫോമൻസിനെ പ്ലാൻഡ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്യുന്ന പ്രോസസ് ആണ് കൺട്രോളിംഗ്. മാനേജറിയൽ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്ലാനിങ്ങിലാണ്, എൻഡ് ചെയ്യുന്നത് കൺട്രോളിംഗിലാണ്. പ്ലാനിംഗ് ഫംഗ്ഷനിലാണ് ഒരു ഓർഗനൈസേഷന്റെ പ്ലാൻഡ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് പെർഫോമൻസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. According to Kuhns and O'Daniel, control is the measurement and correction of performance of subordinate in order to make sure that enterprise's objectives and plans devised to attain them are accomplished. അത് ഒരു ഓർഗനൈസേഷന്റെ ഗോൾസ് അല്ലെങ്കിൽ പ്ലാൻസ് അച്ചീവ് ചെയ്തോ ഇല്ലയോ എന്ന് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളിനെയാണ് എന്തെന്ന് പറയുന്നത്? കൺട്രോളിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്സ് ഇൻ കൺട്രോൾ പ്രോസസ്സ്. 4 സ്റ്റെപ്പാണ് ഉള്ളത്. ഫസ്റ്റ്, എസ്റ്റാബ്ലിഷിംഗ് സ്റ്റാൻഡേർഡ്. സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ക്രൈറ്റീരിയ അല്ലെങ്കിൽ യാർഡ് സ്റ്റിക്ക് ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയ ആണ്? ഒരു ഓർഗനൈസേഷന്റെ പെർഫോമൻസ് മെഷർ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ക്രൈറ്റീരിയ ആണ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റാൻഡേർഡ് ക്ലിയർ ആൻഡ് മെഷറബിൾ ടേംസിലായിരിക്കണം. നെക്സ്റ്റ്, മെഷർമെന്റ് ഓഫ് പെർഫോമൻസ്. ആക്ച്വൽ പെർഫോമൻസ് എന്ത് ചെയ്യണം? മെഷർ ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ഒരുപാട് ടെക്നിക്സ് മാനേജ്മെന്റ് ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ആക്ച്വൽ പെർഫോമൻസിനെ സ്റ്റാൻഡേർഡ് പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്യണം. ടേക്കിംഗ്
കറക്റ്റീവ് ആക്ഷൻ. ആക്ച്വൽ പെർഫോമൻസും സ്റ്റാൻഡേർഡ് പെർഫോമൻസും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ, ഡിഫറൻസസ് ഉണ്ടെങ്കിലാണ് കൺട്രോൾ ഫംഗ്ഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ആ സമയത്ത് എന്ത് ചെയ്യണം? കറക്റ്റീവ് ആയിട്ടുള്ള ആക്ഷൻസ് എന്ത് ചെയ്യണം? കണ്ടക്ട് ചെയ്യണം. ഇത്രയുമാണ് കൺട്രോൾ പ്രോസസ്സിന്റെ സ്റ്റെപ്സ്. ടെക്നിക്സ് ഓഫ് കൺട്രോളിംഗ്, പ്രധാനപ്പെട്ട 2 ടെക്നിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഗാണ്ട് ചാർട്ട്. ഗാണ്ട് ചാർട്ട് ഡെവലപ്പ് ചെയ്തത് ഹെൻറി ഗാണ്ട് ആണ്. ഇതൊരു ബാർ ചാർട്ട് ആണ്. പ്രോജക്റ്റ് ഷെഡ്യൂൾ ഇലിസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു ബാർ ചാർട്ടിനെയാണ് ഗാണ്ട് ചാർട്ട് എന്ന് പറയുന്നത്. ഗാണ്ട് ചാർട്ടിൽ ടൈപ്സ് ഓഫ് ആക്ടിവിറ്റിയും ടൈം പീരിയഡും represent ചെയ്യുന്നു. Gantt chart is a project management tool assisting in the planning and scheduling of project of all sizes, although they are particularly useful for simplifying complex project. Complex project simplify ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾ ആണ്. അതുപോലെ തന്നെ എല്ലാ സൈസിലുള്ള പ്രോജക്റ്റിനെ പ്ലാൻ ചെയ്യാനും ഷെഡ്യൂൾ ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു മാനേജ്മെന്റ് ടൂൾ ആണ് Gantt chart എന്ന് പറയുന്നത്. നെക്സ്റ്റ് PERT ആൻഡ് CPM. PERT എന്ന് പറയുന്നത് പ്രോഗ്രാം അല്ലെങ്കിൽ പ്രോജക്റ്റ് ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്സ് ആണ്. ഒരു പ്രോജക്റ്റിനെ പ്ലാൻ ചെയ്യുക, അറേഞ്ച് ചെയ്യുക, ഷെഡ്യൂൾ ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഗവേൺ ചെയ്യുക എന്ന ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്യുന്നത് PERT ഉപയോഗിച്ചിട്ടാണ്. PERT എന്ന് പറയുന്നത് ഒരു ഇവന്റ് ഓറിയന്റഡ് ടെക്നിക്കാണ്. ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ലീസ്റ്റ് അല്ലെങ്കിൽ മിനിമം ടൈം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് PERTന്റെ ലക്ഷ്യം. ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് അല്ലെങ്കിൽ CPM. ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം ിലൂടെ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള ടാസ്കുകൾ അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ഐഡന്റിഫൈ ചെയ്യുന്നു. ആ ആക്ടിവിറ്റീസിനെയാണ് പാത്ത് എന്ന് പറയുന്നത്. പാത്തിന്റെ ഡ്യൂറേഷൻ കമ്പ്യൂട്ട് ചെയ്തിട്ട് ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിൽ അല്ലെങ്കിൽ ടെക്നിക്സ് ഉപയോഗിച്ച് ചെയ്യുന്നത്. ബഡ്ജറ്റിംഗും ഒരു കൺട്രോളിംഗ് ടെക്നിക്കായിട്ട് ഉപയോഗിക്കുന്നു. ഇത്രയുമാണ് കൺട്രോളിംഗിൽ വരുന്നത്. കൺട്രോളിംഗിന്റെ ഡിഫറെന്റ് ടെക്നിക്സ്, സ്റ്റെപ്സ് ഇൻ കൺട്രോളിംഗ് ആൻഡ് മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് കൺട്രോളിംഗ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടന്റ് ഫങ്ഷൻസ് ആയ ഡയറക്റ്റിംഗും കൺട്രോളിംഗുമാണ്. ഈ പാർട്ടിൽ നിന്ന് എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ളത് മോട്ടിവേഷണൽ തിയറീസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസും ലീഡർഷിപ്പ് തിയറീസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസുമാണ്. താങ്ക് യു.